ഞാൻ ഈ പത്രപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു എവല്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ജനിച്ചു വളർന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ്. അച്ഛൻ ഒരു പത്രപ്രവർത്തനമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പിന്നെ അന്ന് 1962 ആരംഭിച്ച കേരള ശബ്ദം സ്വതന്ത്ര രാഷ്ട്രീയ വാരികയുടെ സ്ഥാപക പത്രാധിപർ VP നായരോടൊപ്പം അച്ഛനും ചേർന്നാണ് അത് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ജനൈകം പത്രത്തിലും വാരികയിലും പ്രവർത്തിച്ചിരുന്നു. അച്ഛൻ അധ്യാപകനായിട്ടാണ് ജീവിതം തുടങ്ങിയെങ്കിലും എഴുത്തിലൂടെ പിന്നെ പത്രപ്രവർത്തനത്തിലേക്ക് വരികയായിരുന്നു. KS ചന്ദ്രൻ. അമ്മയ്ക്ക് പത്രപ്രവർത്തനമില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് സാമാന്യം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ഛനിൽ നിന്ന് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അമ്മയിൽ നിന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പത്രം വായിക്കുക, രാഷ്ട്രീയ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 സഹോദരങ്ങളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്നു. ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. അതൊരു വലിയ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താ പറയുക, നമ്മളെ കൈ ഉയർത്തിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓഫീസിലും പിന്നെ എൻ്റെ വീട്ടിലുമായിട്ട് ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും മറ്റ് സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. കാര്യം ഞാൻ മിക്കവാറും വളരുന്നത്, ഞാൻ എൻ്റെ സമയം ചിലവഴിക്കുന്നത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അച്ഛൻ്റെ ഓഫീസിലാണ്, കൊല്ലത്ത്, പിന്നെ തിരുവനന്തപുരത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ വളരുന്നുണ്ട്. ഒരുപാട് ആളുകളെ നേരിട്ട് വളരെ കുട്ടിക്കാലത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നാടകവും സിനിമയും അതുപോലെ തന്നെ അതൊരു സ്ഥിരമായി കാണുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. നാടകം പ്രത്യേകിച്ച് കൊല്ലത്തും തിരുവനന്തപുരത്തും നാടകം അരങ്ങേറുമ്പോൾ അവിടെ ആദ്യത്തെ ദിവസം തന്നെ കാണാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. സിനിമയും പോയി കാണാം. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടാകണം എനിക്ക് പത്രപ്രവർത്തനത്തോട് വളരെയധികം താല്പര്യം വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും പത്രപ്രവർത്തകരാകണം എന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാര്യം അവരുടെ ഒരു സ്ഥിരമായ ഒരു അങ്ങനെ പിന്നെ രാവിലെ 10 മണിക്ക് പോയി വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരു രീതിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു അച്ഛൻ്റെയൊക്കെ ജീവിതം കണ്ടു വളർന്നുകൊണ്ട് അങ്ങനെ അവരുടെ മറ്റൊരു അനാർക്കിക്കായിട്ടുള്ള ലൈഫാണ്. അപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് സിനിമയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് സിനിമ പഠിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ASFൻ്റെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഒരു പ്രവർത്തകനായിട്ട് 1970-കളിൽ വെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള കാലഘട്ടം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ ചേരുമ്പോൾ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ മോഡൽ സ്കൂൾ, തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ആർട്സ് കോളേജ് ചേരുമ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ ആ കാലത്ത് തന്നെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അതിന് ശേഷമുള്ള കാലഘട്ടം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഒരു കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. അത് അന്നത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന SFI യുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളൊക്കെ ഒരു KSUവിൻ്റെ കുത്തകയായിരുന്ന ക്യാമ്പസുകളൊക്കെ SFI പിടിച്ചെടുക്കുകയും അങ്ങനെ മറ്റൊരു രീതിയിലേക്ക് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുൻതൂക്കമുള്ള ക്യാമ്പസായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അന്നത്തെ അച്യുതമേനോൻ സർക്കാരിൻ്റെയും അതിനുശേഷം PK വാസുദേവൻ നായരുടെ ഒക്കെ ഗവൺമെൻറ് വരുമ്പോൾ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1979 രൂപീകരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഒരു CPMൻ്റെ വിരുദ്ധമായ ഒരു ചേരിയിലാണ്. പക്ഷേ എന്നാൽ പോലും സമരം നടക്കുന്നു, അന്ന് വിദ്യാർത്ഥി സമരം നടക്കുന്നതും അതിനുശേഷം പിന്നെ കോളേജ് യൂണിയനുകൾ ഭരിക്കുന്ന ഇന്നത്തെയിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല, എല്ലാവരും കൂടെ ചേർന്ന ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു ജനാധിപത്യ പരമായ വലിയൊരു അന്തരീക്ഷം കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ടായിരുന്നു. ഇന്നത് തീരെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ കുത്തകയായി ക്യാമ്പസുകൾ മാറി. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നമുക്കൊരു ഭയങ്കരമായ ചർച്ചകളും കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ, ആശയപരമായ കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ഭയങ്കര വളരെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ വളരെ ആരോഗ്യപരമായ ഒരവസ്ഥാവിശേഷം അന്ന് ക്യാമ്പസുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി പിന്നെ ഗവൺമെൻറ് ആർട്സ് കോളേജിലും അതിനുശേഷം ജേർണലിസം പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ കാര്യവട്ടത്തെ പിന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലും പഠിക്കുമ്പോൾ 2 പ്രാവശ്യവും ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കൗൺസിലർ സ്ഥാനത്തേക്ക് ജയിക്കുകയും പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായി തീരുകയും ചെയ്തു. അപ്പോൾ ആ 2 പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ പിന്നെ ജീവിതം ആ രീതിയിൽ എനിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് പേരുമായിട്ട് അന്ന് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ, യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ, പിന്നെ സാഹിത്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൽ, നാടകോത്സവം സംഘടിപ്പിക്കുന്നതിലൊക്കെ എനിക്ക് വളരെ കാര്യമായ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഈ പറഞ്ഞ പോലെ SFI ചെയർമാനായിട്ടുള്ള യൂണിയൻ ആണെങ്കിൽ പോലും രണ്ടാമത് KSU, ആദ്യം G സ്റ്റുഡൻറ്റും രണ്ടാമത് ശരത്ചന്ദ്ര പ്രസാദും പിന്നെ പത്മജ മേനോനും ഒക്കെ ചെയർമാനായിരുന്ന യൂണിയൻ ആണെങ്കിൽ പോലും എനിക്ക് കാര്യമായ ഒരു പങ്ക് അതിനകത്തൊക്കെ വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത്
പിൽക്കാലത്തെ മാധ്യമ ജീവിതത്തിൽ ഇതെല്ലാം ചേർന്നാണ് എന്നെ ശരിക്കും പറഞ്ഞാലൊരു ഒരു എന്താ പറയുക എൻ്റെ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തനത്തിന് ഒരുപാട് സഹായകരമായി തീർന്നത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായ അത്തരം ബന്ധങ്ങളാണ്. പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴും അതിനുശേഷം ആ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി യൂണിയനിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ബന്ധം പിന്നെ കാര്യമായി ഉണ്ടാവുകയും അതൊക്കെ പിന്നീട് പിൽക്കാലത്ത് മാധ്യമ ജീവിതത്തിൽ ഉപയോഗപ്പെടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്കൊരു 1982 കാലത്ത് ഞാൻ ഒരു പിന്നെ ഇവിടെ സോവിയറ്റ് യൂണിയനിൽ, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് ആർത്തക് എന്ന് പറയുന്ന ഉക്രൈൻ റിപ്പബ്ലിക്കിലെ ഒരു കരിങ്കടലിൻ്റെ തീരത്തുള്ള ഒരു വലിയ അന്തർദേശീയ പൈനിയർ ക്യാമ്പുണ്ട്. അതിലേക്കുള്ള ഒരു ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ലീഡറായിരുന്നു. പിന്നെ ഇന്ത്യയിലെ കുട്ടികളെ നയിച്ചുകൊണ്ട് പോകുന്നൊരു ലീഡറായിട്ട് 21ാമത്തെ വയസ്സിൽ ഞാൻ പിന്നെ അവിടെ പോകുന്നുണ്ട്. ഒരു 2 മാസത്തോളം അവിടെ ചിലവഴിക്കുന്നുണ്ട്, മോസ്കോ അതുപോലെ തന്നെ ആർത്തക്കൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പോഷറും ഉണ്ടായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ 125 രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ ചെറുപ്പക്കാർ, എൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടെ മുതിർന്ന ചെറുപ്പക്കാർ, ധാരാളം കുട്ടികൾ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു 1.5 മാസം 2 മാസത്തിനടുത്ത് ഒരുമിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ വേറൊരു തരത്തിലായി മാറും. അപ്പം അങ്ങനെ ഒരു വലിയൊരു മാറ്റം നമ്മുടെ ചിന്താഗതിയിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ കാലത്ത്. ഇതൊക്കെ ചേർന്നാണ് എനിക്ക് തോന്നുന്നു 82, 81 ഞാൻ ജേർണലിസം പഠിക്കാൻ വരുന്നു. 83 ആകുമ്പോഴത്തേക്കും എൻ്റെ കോഴ്സ് കഴിഞ്ഞു. 84 ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഒരു ചിന്ത, ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയാവുന്നൊരു പിന്നെ കാലഘട്ടമാണ്. കാര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുറന്നു നിൽക്കണോ അതോ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോകണോ എന്നുള്ളൊരു തീരുമാനമെടുക്കേണ്ട ഒരു നാളുകളായിരുന്നു അത്. വാസ്തവത്തിൽ എനിക്കത് എൻ്റെ ജോലി എനിക്ക് ഉണ്ടായേ മതിയാവും. കാര്യം അങ്ങനെയാണ്. അച്ഛൻ അപ്പോഴത്തേക്കും എൻ്റെ റിട്ടയർ ചെയ്ത മട്ടിലാണ്, പത്രപ്രവർത്തനത്തിൽ നിന്നൊക്കെ വിരമിച്ച ഒരു സമയമാണ്. അങ്ങനെ ഒരു കാര്യമായ വരുമാനം ആയാലും ശരി എനിക്കൊരു ജോലി സമ്പാദിച്ചേ മതിയാവും എന്നുള്ള അവസ്ഥയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് ചേർന്ന ഒന്നല്ല എന്നെനിക്കൊരു തോന്നലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേതായ ചില പിന്നെ എന്താ പറയേണ്ടത്, നമുക്ക് ചില പെരുമാറ്റങ്ങളും ചില രീതിയിലുള്ള നമുക്ക് ഇടപെടലുകളും അങ്ങനെ പല കാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ ചില ഗുണങ്ങൾ എനിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തനം തന്നെ എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അന്നത്തെ DGP ആയിരുന്ന MK ജോസഫ് സാർ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ എറണാകുളത്ത് പൈ ആൻഡ് കമ്പനി, പൈക്കോ ഇവിടെ ഇത് തുടങ്ങുന്നുണ്ട്. എന്താണ്, പുതിയൊരു അവരുടെ പൂമ്പാറ്റയാണ് അവരുടെ പ്രസിദ്ധീകരണം. അതിനോടൊപ്പം പൈക്കോ ക്ലാസിക്സ് എന്നും പറഞ്ഞൊരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമതല എടുക്കാനായിട്ട് ഒരാൾ വേണം അവർക്ക്. ഞാനിങ്ങനെ പിന്നെ ബൈജുൻ്റെ കാര്യം ആലോചിച്ചു, പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ എനിക്കെപ്പോഴും രാഷ്ട്രീയം പൂർണ്ണമായിട്ട് വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ നിന്ന് പിന്നെ എന്തെങ്കിലും കാരണവശാൽ പിന്നെ പാർട്ടിയുടെ ഞാൻ ആ സമയത്ത് അച്ഛൻ 1978 കേരള ശബ്ദത്തിൽ നിന്ന് മാറി സ്വന്തമായി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ വാരിക ചതുരംഗം എന്ന് പറഞ്ഞ് ആരംഭിച്ചു. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിലൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. അതിനുശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനയുഗത്തിൻ്റെ ഒരു റിപ്പോർട്ടറായിട്ട് കുറേ പിന്നെ ജോലി ചെയ്യുകയും അസംബ്ലിയിൽ പോവുകയും അങ്ങനെ ഒരു നിയമസഭാ റിപ്പോർട്ടിങ്ങൊക്കെ പഠിക്കുന്ന ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ഒരു തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തനമായിട്ട് തന്നെ തുടർന്നാൽ കൊള്ളാം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അതിനിടെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ജോലിക്ക് പോവുകയും പിന്നെ ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോവുകയും അവിടെ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാരണങ്ങളാൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതുകൊണ്ട് അവരത് പിന്നെ ഫസ്റ്റ് റാങ്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയെങ്കിൽ പോലും പിന്നെ ആ ജോലി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അടുത്ത ഒരു പത്രം ഇതല്ലെങ്കിൽ മറ്റൊരു പത്രം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ അദ്ദേഹം എന്നോട് വിളിച്ച് അങ്ങനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള ബന്ധമാണ് അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പ്രിപ്പയർഡായി. അങ്ങനെ എറണാകുളത്ത് പിന്നെ പൈക്കോയിൽ പോയി ജോലി ചെയ്തു. കുറച്ച് നാൾ ജോലി ചെയ്തു. അവിടെ ആർ ഗോപാലകൃഷ്ണൻ, പിന്നീട് കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായ ആർ ഗോപാലകൃഷ്ണനായിരുന്നു പൂമ്പാറ്റയുടെ പത്രാധിപർ. പിൽക്കാലത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ വേണു വാര്യത്ത് എന്നുള്ള ഒരു പിന്നെ ബാലസാഹിത്യകാരൻ, അദ്ദേഹം ഒക്കെ എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നു. അന്ന് പൈക്കോ ക്ലാസിക്സ് തുടങ്ങുന്നതേ ഉള്ളൂ, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് പൂമ്പാറ്റയിൽ തന്നെയാണ് ഒരു 6 മാസക്കാലം ഞാൻ ജോലി ചെയ്തത്. പൂമ്പാറ്റയിൽ എനിക്ക് അങ്ങനെ ബാലസാഹിത്യം എന്ന് പറയുന്ന എൻ്റെ ഒരു ഫീൽഡല്ല. പക്ഷേ എനിക്ക് കുട്ടികളുടെ കഥയോ നോവലോ എഴുതുന്നതിന് പകരം എന്നെ ഏൽപ്പിച്ചത് ഈ പൂമ്പാറ്റയായിരുന്നു കേരളത്തിലെ ഏറ്റവും പിന്നെ എന്താ പറയുക പ്രചാരമുള്ള ബാലസാഹിത്യ പ്രസിദ്ധീകരണം. അപ്പം അതിൻ്റെ ഒരു കവർ സ്റ്റോറി പോലൊരു ഇന്നത്തെ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ്, അതിന്ന് ഒരുപാട് പുസ്തകങ്ങൾ നോക്കി പിന്നെ അതിൻ്റെ ഒരു പശ്ചാത്തല കഥ
വിവരണം. അത് പല വിഷയങ്ങളുണ്ട്. ആകാശത്തിന് കീഴെ ഉള്ള ഒരുപാട് വിഷയങ്ങളെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന ചെറിയ ഭാഷയിൽ പൂമ്പാറ്റയിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അത് എഴുതാനുള്ള ചുമതലയാണ് എനിക്കുണ്ടായത്. അതങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ ചെയ്യുമ്പോഴാണ് 1984 പിന്നെ മെയ് മാസത്തിൽ തിരുവനന്തപുരം ദൂരദർശനിലേക്ക് ഒരു കുറേ പ്രൊഡ്യൂസർമാരെയും പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാരെയും വിളിച്ചിട്ട് ഒരറിയിപ്പ് കേരളകൗമുദി പത്രത്തിൽ വരുന്നത്. ഇത് ഞാൻ കാണുന്നില്ല. കാര്യം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന PS സന്തോഷ് അന്ന് പിന്നെ ബാലജനസഖ്യത്തിൻ്റെയൊക്കെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന് ജേർണലിസം പഠിച്ചു. മനോരമയിൽ ജോലി ചെയ്യണം എന്നുള്ളായിരുന്നു സന്തോഷിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം ഞങ്ങൾ എറണാകുളത്ത് മിക്കവാറും സായാഹ്നങ്ങൾ ഞാനും സന്തോഷും കൂടെ ഒരുമിച്ചാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ മനോരമയുടെ ഇൻ്റർവ്യൂ വരാൻ വേണ്ടിയിട്ടാണ് സന്തോഷ് കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു പത്രപരസ്യം കാണുന്നത്. അപ്പോൾ പത്രപരസ്യം കണ്ടപ്പോൾ സന്തോഷ് പറഞ്ഞു ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപ്ലൈ ചെയ്താൽ നമുക്കൊന്നും ഈ ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അതിന് കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്രാസിൽ പോയിട്ട് അവിടെ പല സ്റ്റഡി ടൂറായിട്ട് അവിടെ പോയി പല സ്ഥാപനങ്ങളും സന്ദർശിച്ചതിൻ്റെ കൂട്ടത്തിൽ ദൂരദർശൻ കാണാൻ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, ഒരു പെൺകുട്ടി, പിന്നെ പിൽക്കാലത്ത് കാലടി സർവകലാശാല പ്രോ VC ഒക്കെ ആയി, സുജേത, അവരോട് ചോദിക്കുന്നുണ്ട് ഇത് പിന്നെ ഇവിടെ എങ്ങനെയാണ് ജോലിയുടെ സാധ്യത എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ പിന്നെ അതിൻ്റെ ഒരു രീതി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കളിയാക്കി, ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും കിട്ടുന്ന ജോലിയാണോ ടെലിവിഷനിൽ. അപ്പോൾ ടെലിവിഷനൊന്നും അന്ന് തിരുവനന്തപുരത്തോ കേരളത്തിലോ തന്നെ ടെലിവിഷൻ കാര്യമായിട്ടില്ല. ടെലിവിഷൻ കണ്ട അനുഭവം തന്നെ ആർക്കുമില്ല. അന്ന് ഞാനെങ്ങാണ്ടിൻ്റെ എൻ്റെ പിന്നെ സഹോദരിയുടെ കല്യാണ കാസറ്റ് കാണാൻ വേണ്ടി ഏതോ ഒരു വീട്ടിൽ ചെന്ന് ആ കല്യാണ കാസറ്റ് പ്ലേ ചെയ്ത് അങ്ങനെയൊക്കെയാണ് TV എന്നുള്ള മഹാത്ഭുതം കാണുന്നത്. അല്ലെങ്കിൽ TV വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ അന്ന് തിരുവനന്തപുരത്ത് ടെലിവിഷനുള്ളൂ. ഞങ്ങളെ ടെലിവിഷൻ സ്ക്രിപ്റ്റൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ഏതെങ്കിലുമൊക്കെ സായിപ്പുമാർ എഴുതി വെച്ച അന്നത്തെ അമേരിക്കൻ ടെലിവിഷനിലോ അല്ലെങ്കിൽ BBC ഒക്കെ ചെയ്യുന്ന രീതിയൊക്കെ അത് ഏതാണ്ട് പറഞ്ഞു തരികയാണ് ചെയ്തത്. അതൊന്നും അല്ല നമ്മുടെ ടെലിവിഷനിൽ ഇവിടെ പ്രാവർത്തികമായിരുന്നത് എന്നുള്ള പിന്നീടാണ് അത്തരം ഒരു ഫീൽഡിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ടെലിവിഷനിൽ നമുക്ക് പറ്റിയ ഒരു ഫീൽഡല്ല എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു. കാര്യം സിനിമ കാണുമെങ്കിൽ പോലും ദൃശ്യമാധ്യമത്തിൽ അങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു സ്ഥിരമായ ഒരു ജോലി എന്നുള്ള എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സന്തോഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്ലൈ ചെയ്തു. ബോംബെയിൽ എൻ്റെ ബ്രദറെല്ലാം ഉണ്ട്. അപ്പോൾ ബോംബെയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. അങ്ങനെയാണെങ്കിൽ അവിടെ അദ്ദേഹത്തെ കാണാനും കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം ഒന്ന് അവിടെ നിന്ന് അവധി മേടിച്ച് അങ്ങനെ പോകുന്നു. അപ്പം തിരുവനന്തപുരത്തു നിന്നും കേരളത്തിൽ നിന്നും കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ. വർളിയിലുള്ള ദൂരദർശൻ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. ഞാൻ അപ്ലൈ ചെയ്തത് ന്യൂസ് ആൻഡ് കറണ്ട് അഫെയർസിൻ്റെ പ്രൊഡ്യൂസറുടെ പോസ്റ്റിലോട്ടാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഗ്രാം, പിന്നെ സ്പോക്കൺ വേർഡല്ല, പിന്നെ ഡ്രാമ, മ്യൂസിക്, ഡാൻസ് ആൻഡ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പിന്നെ പ്രോഗ്രാം ജോണറിലേക്കുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു അത്. അന്ന് തിരുവനന്തപുരം ദൂരദർശനിലേക്കും ഗുവാഹട്ടി ദൂരദർശനിലേക്കുമാണ് ഇതേപോലെ ആളുകളെ സെലക്ട് ചെയ്തത്. കാര്യം ഈ 2 ദൂരദർശൻ കേന്ദ്രങ്ങളാണ് 1984 തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളെ എടുക്കുന്നു എന്നുള്ളതാണ്, ആളുകളെ എടുക്കുന്നു എന്നുള്ളതാണ്. സന്തോഷിനന്ന് എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. കാര്യം സന്തോഷിനെ അദ്ദേഹത്തിനെ പ്രൊഡ്യൂസർ പോസ്റ്റിലേക്കല്ല വിളിച്ചത്, പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ്. രണ്ടാമത് അതേ ദിവസം തന്നെ മനോരമയുടെ ഇൻ്റർവ്യൂ കോട്ടയത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ വെച്ച് നേരത്തെ പരിചയമുണ്ടായിരുന്ന ആകാശവാണിയിലെ ജോൺ സാമുവലിനെ പോലെ ചിലരെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പക്ഷേ അവിടെ വെച്ചാണ് പലരെയും ആദ്യമായി കാണുന്ന. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന CK തോമസ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവിടുത്തെ യൂണിയൻ ചെയർമാനായിരുന്ന G സാജൻ, അതുപോലെ തന്നെ പിന്നെ ആകാശവാണിയിൽ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന മറ്റൊരാൾ S വേണു, KP ഉദയഭാനുവിനെ പോലുള്ള ആളുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടത് പത്മരാജനെ അദ്ദേഹം അപ്ലൈ ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ വിളിച്ചില്ല. കാര്യം അദ്ദേഹത്തിന് ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ വിളിക്കാതെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ചെല്ലുന്നു. ഇൻ്റർവ്യൂ ഒക്കെ വളരെ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു തിരുവനന്തപുരത്തു നിന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളം എക്സ്പേർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ എക്സ്പേർട്ടായിട്ട് എത്തിയിരുന്നത്. ബാക്കിയെല്ലാം ദൂരദർശൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ കൂടുതലും സിനിമയെക്കുറിച്ചും ഒരു ദൃശ്യപരമായ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചായിരുന്നു. ഭാഗ്യത്തിന് വളരെ കുട്ടിക്കാലം മുതൽ ഈ സിനിമ കാണാനുള്ള ആവേശമുണ്ട്. തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ 1970 വന്ന് താമസിക്കുന്ന കാലം മുതൽ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ സ്ക്രീനിങ്ങിന് പലതിനും പോയിട്ടുണ്ട്. ചിലപ്പോൾ അന്ന് പട്ടംകൽപ്പന തിയേറ്ററിൽ നടക്കുന്ന സത്യജിത്രയുടെ ചിത്രങ്ങളുടെ ഒരു സ്ക്രീനിങ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമല്ല സിനിമ ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ട് സിനിമയെക്കുറിച്ച് സംബന്ധമായ എന്തും വായിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അങ്ങനെ
കഴിയുന്നത്ര സിനിമയെക്കുറിച്ച് അറിയാനുള്ള ഒരു 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 പിന്നെ എന്താ ചെറിയൊരു അറിവൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സിനിമയെക്കുറിച്ച് വാചാലമായി തന്നെ സംസാരിക്കാൻ പറ്റി. അതൊരു വലിയ ഒരു കാര്യമായി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ ഇതൊരു ദൃശ്യപരമായ കാഴ്ചപ്പാട് എന്താണ്. പിന്നെ അവർ ചോദിച്ചത് വാർത്തയെക്കുറിച്ചും അങ്ങനെയുള്ള വാർത്ത എങ്ങനെയാണ് അത്തരം സംബന്ധമായ. പക്ഷേ എനിക്ക് ടെലിവിഷൻ വാർത്തയെക്കുറിച്ച് കാര്യമായ പിടിപാടില്ല. അത് തുറന്ന് പറയുകയും ചെയ്തു. ടെലിവിഷൻ വാർത്ത എങ്ങനെ കാണാനായിട്ട് വന്നിട്ടില്ല. പക്ഷേ പിന്നെ വാർത്ത നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചുറ്റുപാട് നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാവണം. അത് വളരെ ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. തിരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ശ്യാമപ്രസാദിനെയൊക്കെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്കും വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ വാർത്ത എത്തി. ഇവിടെ ദൂരദർശനിലേക്കുള്ള സെലക്ഷനൊക്കെ പൂർത്തിയായി. അതിനകത്ത് ന്യൂസ് ആൻഡ് കറണ്ട് അഫെയേഴ്സിലുള്ള ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് അത് എനിക്കാണ്. അപ്പോൾ ഇത് വളരെ ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ ഞാൻ അത് സ്വാഭാവികമായിട്ടും സന്തോഷിക്കുമല്ലോ. നേരത്തെ ഒരു ജോലി കിട്ടാതെ പോയി, ഇനി ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സന്തോഷമുണ്ടാകും. പക്ഷേ അന്ന് എനിക്ക് പരിചയമുണ്ടായിരുന്ന ജോൺ സാമുവലിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ, ഞാൻ സുഹൃത്തുക്കളെ കൊണ്ട് അവിടെ ചെന്നപ്പോൾ ജോൺ സാമുവലിൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് പിന്നെ ജോണിന് ഓർഡർ വന്നു, സെലക്ഷൻ ഓർഡർ വന്നു, അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്, ബോംബെക്ക് പോകണം. അപ്പോൾ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പകരം എനിക്കല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്തത് റിസർവ് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന പത്രപ്രവർത്തനത്തിൽ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് ജേർണലിസം ഒക്കെ പാസ്സായ ടി ചാമിയാരാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്തൊരു ചെറിയ നിരാശ തോന്നി. തീർച്ചയായിട്ടും ജോലി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ചങ്ങ് എറണാകുളത്ത് പോവുകയും ചെയ്തു. പക്ഷേ രണ്ടാഴ്ച അങ്ങനെ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഇതെന്നാണ് എന്ന് പറഞ്ഞ് INB മിനിസ്ട്രി എന്നുള്ള ഒരു പോസ്റ്റ് ഓർഡറാണ്, ജോലിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ പൂമ്പാറ്റയിലെ ജോലി പിന്നെ രാജിവെച്ചിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് നേരെ അടുത്ത ദിവസം തന്നെ, അതൊരു ജൂൺ 11 ആയിരുന്നു. ജൂൺ 12 ആ 13 ആ പീരീഡിൽ തന്നെ, ആ ദിവസങ്ങളിൽ തന്നെ ഇവിടുന്ന് മദ്രാസിൽ പോയിട്ട് അവിടെ പിന്നെ ദൂരദർശനിൽ ചെല്ലുന്നു. പ്രൊഡ്യൂസറായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു മാധ്യമ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ദൃശ്യമാധ്യമ പ്രവർത്തകനാകുന്ന ഒരിക്കലും ചിന്തിക്കാത്ത ഞാൻ, ഒരു അച്ചടി മാധ്യമത്തിൽ പ്രവർത്തിക്കാൻ ഒരുപാട് താല്പര്യപ്പെട്ടിരുന്ന ഒരാൾ അങ്ങനെ ആകസ്മികമായി ദൃശ്യമാധ്യമത്തിലെത്തിയ ഒരു കഥയാണ് എൻ്റേത്. മദ്രാസ് ദൂരദർശനിൽ ഞാൻ, എസ് വേണു, പിന്നെ ഇന്ന് 2 പേര് പ്രൊഡ്യൂസർമാരായിട്ടും പിന്നെ ജയകുമാർ, ലത എന്ന് 2 പേർ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാരായിട്ടാണ് ജോയിൻ ചെയ്തത്. അതിന് മുമ്പ് സെലക്ട് ചെയ്യപ്പെട്ടവർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച CK തോമസ്, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ദിലീപ്, ശ്യാമപ്രസാദ്, അവർ 2 പേരും പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാരായിട്ടായിരുന്നു. തോമസ് ഡ്രാമ വിഭാഗം പ്രൊഡ്യൂസറായിട്ടായിരുന്നു. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സാജൻ കൃഷി അത്തരം പരിപാടികളുടെ പ്രൊഡ്യൂസറായിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചാമിയാർ ന്യൂസ് പ്രൊഡ്യൂസർ. ഇങ്ങനെ 5 പ്രൊഡ്യൂസർമാരും പിന്നെ ഇവർ 2 പേരും ദിലീപ്, ശ്യാമപ്രസാദ്, എൻ്റെ കൂടെ തന്നെ പഠിച്ച അൻവർ, PK മോഹൻ, ഇങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാരായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാരായിട്ടായിരുന്നു. അത് ദിലീപിന് എന്നോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ പോസ്റ്റിലേക്കും സെലക്ഷൻ കിട്ടി. അങ്ങനെ ദിലീപ് അപ്പം തന്നെ അവിടെ ബോംബെയിൽ ജോയിൻ ചെയ്തിട്ട് അവരെല്ലാവരും പൂന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഞങ്ങൾ മദ്രാസിലൊരു 2 ആഴ്ച അവിടെ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറൊക്കെ ആദ്യമായി കാണുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ സ്റ്റുഡിയോ കാണുന്നു. ടെലിവിഷൻ്റെ ഞാൻ പിൽക്കാലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ന്യൂസ് പ്രൊഡക്ഷൻ കാണുന്നു. ന്യൂസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അന്നൊക്കെ ന്യൂസ് ചെയ്യുന്നത് ഫിലിമിലാണ്. കാര്യം അന്ന് 1982 കളർ ടെലിവിഷൻ ഇന്ത്യയിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ന്യൂസ് ഗ്യാതറിംഗ് എന്നുള്ള വീഡിയോ ക്യാമറ, യുമാറ്റിക് എക്യുപ്മെൻറ്റ് വന്നു. അതൊക്കെ കളറാണ്, ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അതുവരെ. അപ്പോൾ കളർ ടെലിവിഷൻ വന്നതിന് ശേഷം പതുക്കെ കളറിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഞങ്ങളൊക്കെ ജോയിൻ ചെയ്തത്. മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് ദൂരദർശൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ദൂരദർശൻ്റെ റിലേ സെൻറ്റേഴ്സ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാര്യം ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദൂരദർശൻ്റെ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്. 1966 അവർ INB മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്, 64 തൊട്ട് 66 വരെയുള്ള കാലഘട്ടത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ INB മിനിസ്റ്ററായ കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെലിവിഷൻ, ഇന്ത്യൻ ടെലിവിഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതിനൊക്കെ മുമ്പ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മുൻഗണനാ പട്ടികയിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല.
അദ്ദേഹം റേഡിയോയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഫിലിപ്സ് കമ്പനിക്കാർ ഡൽഹിയിൽ നടത്തിയ ഒരു എക്സിബിഷൻ്റെ പര്യവസാനത്തിൽ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്ത കുറേ എക്യുപ്മെൻസിൽ നിന്നാണ് ഇന്ത്യയിലെ ടെലിവിഷൻ്റെ ആരംഭം 1959 സെപ്റ്റംബർ 15 തീയതി. അപ്പോൾ അതിനുശേഷം ടെലിവിഷൻ ഡൽഹിയിൽ ചെറിയൊരു സ്റ്റുഡിയോ തുടങ്ങി. പിന്നെ അവിടെ ആദ്യം കുട്ടികൾക്കുള്ള ക്ലാസ് റൂം ടെലിവിഷനായിരുന്നു. അതിനുശേഷം അത് ശാസ്ത്രീയ സംഗീതവും ശാസ്ത്രീയ നൃത്തവുമൊക്കെ റെക്കോർഡ് ചെയ്തു. കൃഷിദർശൻ എന്നുള്ള കൃഷി സംബന്ധമായ അറിവ് പകരുന്ന പരിപാടികൾ ആരംഭിച്ചു. പിന്നെ വാർത്ത ആരംഭിച്ചു. ഇതൊക്കെയാണ് ഇന്ത്യൻ ടെലിവിഷൻ്റെ ഒരു 60കളുടെ ചരിത്രം. 72 ബോംബെയിലും 75 പിന്നെ മദ്രാസിലും കൽക്കട്ടയിലും ദൂരദർശൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അതുപോലെ അമൃത്സറിൽ ആരംഭിച്ചു, പിന്നെ ശ്രീനഗറിൽ ആരംഭിച്ചു. പിന്നെ ഒരു മാറ്റം കുറിക്കുന്ന കാലഘട്ടമാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. അതിന് തൊട്ടു മുമ്പ് ഇന്ദിരാഗാന്ധി പിന്നീട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം ചെയ്തത് ഈ പറഞ്ഞ പോലെ കളർ ടെലിവിഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടുക്ക് പ്രസരണികൾ സ്ഥാപിക്കുക, ട്രാൻസ്മിറ്റർ സ്ഥാപിച്ചുകൊണ്ട് ഭൂതല സംപ്രേഷണം ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലും തിരുവനന്തപുരത്ത് ദൂരദർശനം, ഗുവാഹട്ടിയിൽ ദൂരദർശനം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങളെയൊക്കെ സെലക്ട് ചെയ്തത്. അപ്പോൾ അന്ന് അത് മാത്രമല്ല, ഒരുപാട് നല്ല പരിപാടികൾ വെച്ചാൽ പിന്നെ സീരിയലുകൾ, ഹംലോഗ്, ബുനിയാദ്, നുക്കഡ്, അല്ലെങ്കിൽ പിന്നെ ഖാൻദാൻ, സത്യജിത് റേയുടെ ആദ്യത്തെ ചിത്രമായ ടെലിവിഷൻ ചിത്രമായ സത്യജിത് റേ പ്രസൻസ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ കഥകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരമ്പര, മൃണാൾ സെൻ്റെ പരമ്പര, ശ്യാംബരകളുടെ യാത്ര, അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത ഡിസ്കവറി ഓഫ് ഇന്ത്യയെ ബേസ് ചെയ്തിട്ട് സംവിധാനം ചെയ്ത ഭാരതേ കോച്ച്. ഇങ്ങനെ ഒരു ക്വാളിറ്റി പ്രൊഡക്ഷൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു സുവർണ്ണ യുഗം എന്നൊക്കെ പറയാവുന്ന ഒരു കാലഘട്ടമായിരുന്നു 1984 ആരംഭിച്ച ആ ഒരു കാലഘട്ടം. കോയിൻസിഡൻ്റലി ഞങ്ങൾ ദൂരദർശനിൽ ചേരുന്നതും അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ ടെലിവിഷൻ ഒരു വലിയ മഹത്തായ കുതിച്ചാട്ടം എന്നൊക്കെ പറയാവുന്ന ഗ്രേറ്റ് ലീപ്പ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിൽ ചേർന്നു എന്നുള്ളത് എനിക്കൊരു വലിയ അഭിമാനമുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ട്രെയിനിങ്ങിന് പോകുന്നത് അഹമ്മദാബാദിൽ പിന്നെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ, ഇസ്രോയുടെ ഭാഗമായിട്ടുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ, അവിടെ ഡെവലപ്മെൻറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ പരിശീലന പരിപാടി അവിടെയുണ്ട്. അത് FTA പാരലായിട്ട് തന്നെ ദൂരദർശനിലെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ടെലിവിഷനിൽ ചേരുന്നവർക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ്. അതിൽ ഞങ്ങൾക്കുള്ള ട്രെയിനിങ് ഫോർ ഇൻ്റൽസാറ്റ് പ്രൊഡക്ഷണൽ പേഴ്സണൽ എന്ന് പറയുന്ന ഒരു പിന്നെ സാറ്റലൈറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെ പരിശീലിപ്പിക്കുന്നത് പിന്നെ ഗുജറാത്തിലെയും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ പ്രഗത്ഭരായ ടെലിവിഷനിൽ പ്രവർത്തിച്ച്, നാടകരംഗത്ത് പ്രവർത്തിച്ച്, ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചൊക്കെ വളരെ പരിചയസമ്പന്നരായ ആൾക്കാരാണ്. കേതൻ മേഹത്തെ പോലുള്ള ഡയറക്ടർമാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു പിന്നെ വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു മലയാളിയാണ് ഞങ്ങളുടെ ഡയറക്ടർ. അദ്ദേഹം മലയാളം ഒരിക്കലും സംസാരിക്കില്ല. അദ്ദേഹം FTA ഡീനായിരുന്നു. അവിടെ നിന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് നമ്മളുടെ ഒരു ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിശാമാറ്റത്തിന് ഒരു കളമൊരുക്കിയ ഒരു ട്രെയിനിങ്ങാണ്. കാര്യം അന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനിങ്ങനെ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഗ്രാമങ്ങളിൽ പോവുക എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ്. കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ, അതും ഗുജറാത്ത് പോലെ ഇന്നും പല കാര്യങ്ങളിലും പുറകിൽ നിൽക്കുന്ന ഒരു ഗ്രാമം, പിന്നെ നാട്, ആ നാട്ടിലെ ഗ്രാമങ്ങളിൽ പോവുക, അവിടുത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണുക. അമുൽ എന്ന് പറയുന്ന അമുൽ കുര്യൻ അദ്ദേഹം സാരഥ്യം വഹിച്ച അമുലിൻ്റെ ആനന്ദ് മിൽക്ക് മാർക്കറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് പറയുന്ന ആ സംഘടനയൊക്കെ പ്രവർത്തിക്കുന്ന ഖെഡ ജില്ലയിലാണ് ഞങ്ങളുടെ പരിശീലനം നടക്കുന്നത്. ഖെഡയിൽ അവർ ശാമ്പരങ്ങളെ കൊണ്ട് അവരെല്ലാവരും കൂടെ നമ്മുടെ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും 2 രൂപ വീതം സംഭാവന ചെയ്ത്, അതായത് അവിടുത്തെ ക്ഷീരകർഷകരെല്ലാം 2 രൂപ വീതം സംഭാവന ചെയ്തിട്ടാണ് വളരെ പ്രശസ്തമായ മന്ഥൻ എന്നുള്ള സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അതിന് തൊട്ട് മുമ്പ് അവിടെ കേതൻ മേത്ത, ഞങ്ങൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിലെ ഒരു പ്രൊഡ്യൂസറായിരുന്ന കേതൻ മേത്ത ഭവാനി ഭവായ് എന്നുള്ള ചിത്രമെടുക്കുകയും എനിക്ക് തോന്നുന്നു ആദ്യത്തെ രാഷ്ട്രപതി പിന്നെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്ന ചിത്രമാണ് ഭവാനി ഭവായ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ്. ഞങ്ങളവിടെ ചെല്ലുന്നു, ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാൻ അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ ഈ നമ്മളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് മുഴുവൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, അതായത് കർഷകർ, പിന്നെ വളരെ കൂലിവേല ചെയ്യുന്നവർ, അങ്ങനെ വളരെ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള അങ്ങനെ ഒരു അങ്ങേയറ്റത്തെ അധകൃതർ എന്ന് പറയാവുന്ന മനുഷ്യർക്ക് കാണാനുള്ള ടെലിവിഷൻ പരിപാടികൾ.
അത് ഒരുക്കുക എന്നുള്ളതാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, അവർക്ക് പിന്നെ എന്താ ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാൻ, അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക വൃത്തിയെക്കുറിച്ച്, ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ചൊക്കെ അറിവ് പകർന്നു കൊടുക്കാനൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള പരിപാടികളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രൊഡക്ഷനിലാണ് ഞങ്ങളൊക്കെ പങ്കാളികളായത്. അപ്പോൾ ഞാൻ ആദ്യമായി ചെയ്യുന്ന ഡോക്യുമെൻ്ററി എന്നൊക്കെ പറയുന്നത് തന്നെ ഞങ്ങൾ ആ ഗുജറാത്തി ഗ്രാമങ്ങളിൽ പോയി, കെഡയിലെ ആ ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ ജീവിതം പകർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പരിശീലനം ആരംഭിക്കുന്നത്. അതൊരു വലിയൊരു പാഠമായി തന്നെ ജീവിതത്തിലുണ്ടായി. പിൽക്കാലത്ത് പിന്നെ നമ്മുടെ പല പരിപാടികളിലൊക്കെ തന്നെ അതിനെ നമുക്കൊരു ഉൾക്കാഴ്ച പകർന്ന അനുഭവമായിരുന്നു അഹമ്മദാബാദിലെ ആ ഒരു 100 വർക്കിംഗ് ഡേയ്സ് ആണ്. 100 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കുള്ള ഒരുപാട് അവധി ദിവസങ്ങൾ കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 5 മാസം 6 മാസത്തോളം വരുന്ന ഒരു നീണ്ട കാലഘട്ടത്തിലാണ് ഞങ്ങളിവിടെ പരിശീലനം പൂർത്തിയാക്കിയത്. അപ്പോൾ അതിന് നമ്മളെ പിന്നെ ഒരുപാട് മറ്റ് ഇതൊക്കെ കിട്ടുന്നുണ്ട്, എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ FTIയിലാണെങ്കിൽ ഒരുപാട് ക്ലാസിക് സിനിമകളൊക്കെ കാണാനുള്ള അവസരം അവർക്കുണ്ടായി. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരിട്ടുള്ള, ഈ പറഞ്ഞ പോലെ മനുഷ്യരെ നേരിട്ട് കണ്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടികൾ, ആ പ്രത്യേക തരത്തിലുള്ള ജോണേഴ്സ്, ഈ സ്റ്റുഡിയോ പ്രൊഡക്ഷൻസിൽ പോലും ഈ പിന്നെ അവരുടേതായ ഡാൻസ് അല്ലെങ്കിൽ അവരുടേതായ നാടകം, അതിൻ്റെ ചേരുവകളൊക്കെ ചേർന്ന പരിപാടികളായിരുന്നു ഈ പിന്നെ പ്രോഗ്രാമായിട്ട് ഞങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനൊരു വലിയൊരു പരിശീലനം, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ 1984 പിന്നെ ഒക്ടോബർ 31 പെട്ടെന്ന് ഞങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാർത്ത എത്തുന്നത്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി വെടിയേറ്റു, വളരെ സീരിയസ് ആണ്. അപ്പോൾ മരിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗികമായി അറിയുന്നതെങ്കിൽ പോലും വന്നിട്ട് ദൂരദർശൻ ആ വാർത്ത അനൗൺസ് ചെയ്തിട്ടില്ല. BBC അനൗൺസ് ചെയ്തു ഉച്ചയോടുകൂടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദൂരദർശൻ പിന്നെ അന്ന് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള സ്മരണകൾ അല്ലെങ്കിൽ ഓർമ്മകളൊക്കെ എടുക്കാനും അവരെക്കുറിച്ചുള്ള ബൈറ്റ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോകുന്ന സംഘത്തിലേക്ക് എന്നെയും കൂട്ടി. അപ്പോൾ എനിക്ക് അങ്ങനെ ആദ്യമായി ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങിനൊരു അവസരം കിട്ടുന്നത് ആ ദിവസമാണ്. ഒരു കൃത്യമായി പറഞ്ഞാൽ 40 വർഷം മുമ്പ്, 40 വർഷം മുമ്പുള്ള ഒക്ടോബർ 31. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ വീടുകളിലൊക്കെ പോകുന്നു, അവിടെ ആളുകളെയൊക്കെ കാണുന്നു, ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നു. അങ്ങനെ ഒരു സ്മരണാഞ്ജലി പോലുള്ളൊരു പരിപാടി ചെയ്തു. അപ്പോൾ അതിനൂട്ടത്തിൽ രസകരമായ മറ്റൊരു കാര്യം വെച്ചാൽ, ഒരു ബുദ്ധിജീവിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതായത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ജീവിക്കുന്ന നഗരവാസികൾ ഒരു 2 വിഭാഗക്കാരുണ്ട്. ഒരു വിഭാഗം, ഒരു പാലത്തിന് ഇപ്പുറത്തുള്ളവർ കാണുന്നത് കംപ്ലീറ്റ് പിന്നെ ഡൽഹിയിൽ നിന്ന് വരുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. ചിത്രഹാറുണ്ട്, അതിനകത്ത് ഫീച്ചർ ഫിലിമുണ്ട്, മറ്റു രീതിയിലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. അതേസമയം പാലത്തിന് മറുഭാഗത്തുള്ളവർ കാണുന്നത് ഞങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ഇത്തരം പിന്നെ ഡെക്കു ഡെവലപ്മെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ എന്താ പറയുക പിന്നെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഈ പരിപാടിയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്നാണ് ഈ ചിത്രഹാർ ഒന്ന് കാണാൻ പറ്റുന്നത്, ഇത്തരം തല്ലിപ്പള്ളി പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ചിത്രഹാർ എന്ന് പറയുന്ന പ്രോഗ്രാം കാണാൻ പറ്റുന്നത് എന്നാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ അവിടുന്ന് പോകുന്നതിന് ശേഷം അധികം താമസിയാതെ തന്നെ പിഞ്ച് എന്ന് പറയുന്ന ട്രാൻസ്മിറ്ററിൽ നിന്നായിരുന്നു ഈ പരിപാടികൾ എല്ലായിടത്തും എത്തിച്ചുകൊണ്ടിരുന്നത്. ആ പിഞ്ചിലെ ട്രാൻസ്മിറ്റർ തന്നെ എടുത്തു മാറ്റി അവിടുത്തെ ഗ്രാമീണർ അതിനെതിരെ സമരം ചെയ്തു. ആ സമരം വിജയിച്ചു താൽക്കാലികമായിട്ട്. തിരിച്ച് പിന്നെയും അവർക്ക് ഡക്കുവിൻ്റെ പരിപാടികൾ കിട്ടി. പക്ഷെ പിന്നീട് അൾട്ടിമേറ്റ്ലി അത് മാറ്റിയിട്ട് അവിടെ മുഴുവൻ പിന്നെ ഡൽഹിയിൽ നിന്നുള്ള അല്ലെങ്കിൽ നാഷണൽ പ്രോഗ്രാം കൊടുക്കാൻ തുടങ്ങി. ഈ സീരിയലൊക്കെ കാണാൻ തുടങ്ങിയവർ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, സാറ്റലൈറ്റ് ടെലിവിഷൻ വന്നതിന് ശേഷം അവരിപ്പോൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്കതിനറിയില്ല. അപ്പോൾ ഇത്തരം ഒരു ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് പഠിക്കാനുള്ളൊരു അവസരമായിരുന്നു ആ ഒരു ട്രെയിനിങ് പരിശീലന കാലം. അതിനുശേഷം 1984 നവംബർ മാസത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ജോയിൻ ചെയ്തു. തിരുവനന്തപുരത്ത് ദൂരദർശനിലപ്പോഴത്തേക്കും ഒരു എല്ലാം വളരെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള മുറി പോലും പണിത് പൂർത്തിയായിരുന്നില്ല. അപ്പോൾ ഡയറക്ടറായിട്ട് മദ്രാസ് ദൂരദർശനിൽ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന കുഞ്ഞികൃഷ്ണൻ സാറാണ് ഞങ്ങൾ ഡയറക്ടറായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ 7 പ്രൊഡ്യൂസർമാരും 5 പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാരുമാണ് അന്ന് ഈ പരിപാടികൾ ആരംഭിക്കാൻ ഉള്ളത്. ക്യാമറമാൻ എന്ന് പറയുന്ന ഒരു സംഘം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേര്, ജലന്ധർ ദൂരദർശനിൽ നിന്ന് പിന്നെ ചന്ദ്രശേഖർ, അളകപ്പൻ, ഇങ്ങനെ കുറച്ച് പേര്, ഡൽഹി ദൂരദർശനിൽ നിന്ന് പിന്നെ ശിവരാജൻ, ജോസഫ്, പിന്നെ മദ്രാസ് ദൂരദർശനിൽ നിന്ന് CN പിള്ള, ഇങ്ങനെ വളരെ കുറച്ച് പരിചയസമ്പന്നരായ കുറച്ച് ക്യാമറമാന്മാർ, കുറച്ച് 1-2 എഡിറ്റർമാർ പരിചയമുള്ളവർ, ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റ്, പിന്നെ ബാക്കി എല്ലാവരും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രോഗ്രാം സെക്ഷനിലുണ്ടായിരുന്നത്. അതേസമയം എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാവട്ടെ അവർ ടെലിവിഷനിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ വളരെ കുറവായിരുന്നു. അതിനതൊരു പിന്നെ
GP നായരെ പ്രത്യേകം, ഒരു പ്രഭാകരൻ നായർ, അദ്ദേഹത്തെ പ്രത്യേകം ഓർമ്മിക്കണം. അദ്ദേഹമായിരുന്നു മൊത്തത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്ന ഒരാൾ. പിന്നെ ഞങ്ങളുടെ സ്റ്റേഷൻ എഞ്ചിനീയർ ആയിരുന്ന PRS നായർ, അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയർമാരെല്ലാം എല്ലാവരും ആകാശവാണിയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ആകാശവാണിയിൽ പ്രവർത്തിച്ച് വളരെ പരിചയമുണ്ടെങ്കിൽ പോലും ടെലിവിഷനിലുള്ളൊരു പുതിയ മാധ്യമത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് പെരുമാറാനും അങ്ങനെ ഒരു പ്രാവർത്തികമാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളെന്ന് ഈ പറഞ്ഞ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതെല്ലാവരുടെയും ഞങ്ങൾ കുറച്ച് പേരാണെങ്കിൽ ഫ്രഷേഴ്സായിട്ട് ഈ പരിശീലനം കിട്ടി, എന്നാൽ പ്രായോഗികമായ യാതൊരു അറിവുമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത കുറച്ച് പേരാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു മിക്സഡ് ഗ്രൂപ്പായിരുന്നു. ഈ മിക്സഡ് ഗ്രൂപ്പിൻ്റെ ചെയ്യാനുള്ളതാണെങ്കിൽ വളരെ താമസിക്കാതെ, ഇത് നവംബർ മാസത്തിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നതെങ്കിൽ കൃത്യം 2 മാസത്തിന് ശേഷമുള്ള ജനുവരി 1-ാം തീയതി തിരുവനന്തപുരം ദൂരദർശൻ ഏറിപ്പോണം. അത് അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ തീരുമാനമാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ ആർക്കും അതിനെ എന്താ പറയുക, കൽപ്പന കല്ലേ പിളർക്കും എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മറുവാക്കില്ല. ഇന്ദിരാഗാന്ധി അപ്പോഴത്തേക്കും വെടിയേറ്റ് മരിച്ച് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് അത്രയധികം വില കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ മാത്രമല്ല പൊളിറ്റിക്കലി തന്നെ ഇതൊരു വലിയ ഒരു ആവശ്യമായിരുന്നു. കരുണാകരൻ 1982 അധികാരത്തിൽ വരുമ്പോൾ, മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയമായിരുന്നു, ദൃഢനിശ്ചയമായിരുന്നു കേരളത്തിൽ മലയാളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിക്കുന്നത്. ഗോഹത്തിയിൽ അതേപോലെ തന്നെ അവിടെ വലിയ ആസാം അജിറ്റേഷൻ നടന്നിട്ട് അവർക്ക് കൊടുത്തൊരു വാക്കാണ്, ഇന്ദിരാഗാന്ധി കൊടുത്തൊരു വാക്കാണ് ഇവിടെ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ലഭ്യമായ എല്ലാ കാര്യങ്ങളും ആസാമിലെ ജനതയ്ക്കും കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരു റെക്കോർഡ് വേഗത്തിൽ നടപ്പാക്കാൻ അവർക്കൊരു ഒരു അജണ്ടയായിരുന്നു അവരുടെ അന്നത്തെ ഗവൺമെൻറ്. പക്ഷേ കേരളത്തിൽ നമുക്ക് കിട്ടിയതാവട്ടെ, തിരുവനന്തപുരം ദൂരദർശന് കിട്ടിയതാവട്ടെ, വലിയൊരു സ്റ്റുഡിയോ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടപ്പനക്കുന്നിൽ. പക്ഷേ ആ സ്റ്റുഡിയോ പണിത് തീരണമെങ്കിൽ ഇനിയും ഒരു 2 വർഷമെങ്കിലും മിനിമം വേണ്ടി വരും. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ വലിയ സ്റ്റുഡിയോയുടെ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയ ഒരു കുറച്ച് വിശാലമായ ഒരു മുറി എന്ന് വേണമെങ്കിൽ പറയാം, അത്തരം ഒരു മുറി, ആ മുറിക്കകത്ത് ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്കകത്ത് വേണ്ടതായ ലൈറ്റുകളൊന്നും, ഒരു ആവശ്യത്തിന് ലൈറ്റൊന്നുമില്ല. ലൈറ്റുണ്ട്, പക്ഷേ ആ ലൈറ്റുകളൊന്നും ഒരു വലിയ ഒരു പരിപാടി നടത്താൻ ആവശ്യമായ പര്യാപ്തമായ ഒരു സംവിധാനം, ദീപ സംവിധാനം ആയിരുന്നില്ല അത്. അതുപോലെ തന്നെ അതിനകത്തെ ക്യാമറകൾ, കളർ ക്യാമറയൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. അവിടെ കിട്ടിയതാവട്ടെ 2 വലിയ ജർമ്മൻ മെയ്ഡായിട്ടുള്ള ക്യാമറയാണ്. ആ ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഹെവിയാണ്. ആർക്കെങ്കിലും അത് ഉന്തിത്തള്ളാൻ തന്നെ ഒരു 5 പേരെങ്കിലും മിനിമം വേണ്ടി വരും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ക്യാമറയ്ക്ക് ഒരു സിദ്ധിയുണ്ട്, അത് തീരുമാനിക്കണം എപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. കാര്യം എപ്പോൾ വേണമെങ്കിലും അത് നിശ്ചലമാകും. അങ്ങനെയുള്ള പലപ്പോഴും നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ അത് പെട്ടെന്ന് മിണ്ടാതിരിക്കും. അങ്ങനെയുള്ളൊരു ക്യാമറയാണ്, 2 ക്യാമറയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെലിവിഷൻ സ്റ്റുഡിയോയുടെ മറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ കൺട്രോൾ റൂം വേണം, പിന്നെ മാസ്റ്റർ കൺട്രോൾ റൂം വേണം, അതുപോലെ തന്നെ വീഡിയോ ടേപ്പ് റെക്കോർഡിംഗ് റൂം വേണം, ക്യാമറ കൺട്രോൾ യൂണിറ്റ് വേണം, പിന്നെ ഓഡിയോ കൺട്രോൾ പാനൽ വേണം. ഇതൊക്കെ ടെലിവിഷൻ സ്റ്റുഡിയോയുടെ, നമുക്കറിയാം ഇന്നത്തെ ആധുനിക ടെലിവിഷൻ സ്റ്റുഡിയോയുടെ പല ഭാഗത്തായിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഇന്ന് മാറി. ഇന്ന് ഡിജിറ്റൽ ഒരു റവല്യൂഷൻ വന്നതിന് ശേഷം ടെലിവിഷൻ ഇന്നിപ്പോൾ എന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഫോണിലാണ്. അതൊരു വലിയ റവല്യൂഷനാണ്. അപ്പോൾ അത്തരം റവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഒരു വലിയൊരു സംപ്രേഷണം നടത്താം എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ 40 വർഷത്തിന് ശേഷം നിൽക്കുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഡിഫറെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ഏകോപനമാണ് ഒരു പ്രൊഡ്യൂസറുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പല സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യേണ്ടതായ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഒരൊറ്റ വാനിനകത്ത്, ഒരു OB വാനിനകത്ത് എല്ലാം കൂടെ ഒതുക്കിയ ഒരവസ്ഥയിലാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ OB വാൻ EFP വാൻ എന്ന് പറയും, ഇലക്ട്രോണിക് ഫീൽഡ് പ്രൊഡക്ഷൻ വാൻ. ആ വാൻ പിന്നെ ഒരു എന്താ പറയുക 1970-കളിൽ ജലന്ധർ ദൂരദർശനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വാനാണത്. 70-കളിൽ എത്രയോ വർഷം പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് പ്രവർത്തനരഹിതമായി, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ക്ഷമത നശിച്ച് അത് കണ്ടം ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു വാനാണ്. നമ്മുടെ ക്യാമറയും അങ്ങനെ തന്നെയായിരുന്നു. ഈ വാനിനെയാണ് തൽക്കാലത്തേക്ക് ഒരു ഉപശാന്തി പോലെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ആ വാനിന് കുറച്ചൊരു പിന്നെ മിനുക്കുമണികളൊക്കെ ചെയ്ത് അതിനൊന്ന് പ്രവർത്തനക്ഷമമാക്കാണ്. പക്ഷേ നമ്മളപ്പോഴും അതിനകത്തോട്ട് കയറുന്നെങ്കിലൊക്കെ വളരെ സൂക്ഷിക്കണം. കാര്യം ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ച് ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാനിനകത്താണ് ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. അപ്പോൾ അതിലിരുന്നുകൊണ്ട് വേണം പ്രൊഡക്ഷൻസ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോയിലാണെങ്കിൽ നാടകം ചെയ്യണം, ഡാൻസ് ചെയ്യണം, ഡാൻസ് റെക്കോർഡ് ചെയ്യണം, മ്യൂസിക് പ്രോഗ്രാംസ് ചെയ്യണം, വെസ്റ്റേൺ മ്യൂസിക് പ്രോഗ്രാം ചെയ്യണം, ചർച്ചകൾ വേണം, ഇൻ്റർവ്യൂ വേണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈറ്റ് വളരെ കുറവാണ്,
ആ ലൈറ്റ് ചെയ്യാനുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു വലിയൊരു എന്താ പറയണ്ടേ ഏറ്റവും ന്യൂനതകളാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് പൊതുജനങ്ങളോട് പറയാൻ പറ്റില്ല. പൊതുജനങ്ങളെല്ലാം കാത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ ദൂരദർശൻ അവരന്ന് കണ്ടു തുടങ്ങിയ ആദ്യം കെൽട്രോണിൽ നിന്നാണെന്നു ഈ സംപ്രേഷണം തുടങ്ങിയത്. അന്ന് KPP നമ്പ്യാർ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ചെറിയൊരു ചുറ്റളവിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ VHS കാസറ്റുകൾ കിട്ടുന്ന അവസ്ഥയാണ്. സിനിമകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം പതുക്കെ ഡൽഹി ദൂരദർശൻ്റെ റിലേ തുടങ്ങി ടാഗോർ തിയേറ്റർ കേന്ദ്രമാക്കിയിട്ട് ഡൽഹി ദൂരദർശനിലെ പരിപാടികൾ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് മലയാളം ഈ ഹിന്ദി മാത്രം പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാളം പരിപാടി കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ജനങ്ങൾ, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അന്നത്തെ സംപ്രേഷണത്തിൻ്റെ ആ ഒരു പരിധി എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്ററാണ്. അതിന് കൊല്ലത്തിൻ്റെ വരെ കിട്ടും. അത്രയും ഭാഗത്തെ ജനങ്ങളൊക്കെ ഇങ്ങനെ മലയാളം പരിപാടികൾ കിട്ടാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു സാങ്കേതിക പരിമിതികളുള്ള ഒരു സംവിധാനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് 1985 ജനുവരി 5 തുടങ്ങാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ പല പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂസ് ചെയ്യുന്നുണ്ട്. കൈനിക്കര കുമാരപിള്ള സാറിനെയാണ് ആദ്യമായി ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അദ്ദേഹം ശുഭ്രവസ്ത്രധാരിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ശുഭ്രവസ്ത്രം നമ്മുടെ സ്റ്റുഡിയോയിലൊരു പ്രശ്നമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രത്തിൽ ഈ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ മുഖത്ത് മുഴുവൻ ഇരുട്ടായിരിക്കും, മുഖം ഇരുണ്ടു പോകും. അതുകൊണ്ട് നല്ല വെള്ള വസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ മലയാള സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്നത്തെ മലയാള സിനിമയിൽ നല്ല വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ച ഒരാളിനെ അവതരിപ്പിക്കണമെങ്കിൽ അവർക്ക് കാവി കളറിലുള്ള മുണ്ടും ഷർട്ടും വേണം. അത് പണ്ടത്തെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ആളുകൾ കാണുമ്പോൾ സത്യനും പ്രേംനസീറും അല്ലെങ്കിൽ അന്നത്തെ നടന്മാരും അതുപോലെ നടിമാരും ഒക്കെ ഇത്തരം ഭയങ്കര വെളുത്ത നിറത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വേഷം എന്ന് പറയുന്നത് കാവിയാണ്. അത്തരം കാവി കളറിലുള്ള അതേ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ വാർഡ്രോബിലുള്ളത് മുഴുവൻ കാവി നിറത്തിലുള്ള ഡ്രസ്സാണ്. കാര്യം വെളുത്ത വസ്ത്രം ഉപയോഗിക്കുന്നവരെല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് വേണം പറ്റുന്നത്. അപ്പോൾ കൈനിക്കര കുമാരപിള്ള സാർ അത് ഇടാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിന് പകരം ഒരു ഷാൾ ഇങ്ങനെ പുതപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത ദിവസം കൃഷ്ണപിള്ള സാർ വന്നു. കൃഷ്ണപിള്ള സാർ ഇവരൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച കാര്യമാണ് ഈ ഷാൾ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പുതച്ചോണ്ടാണ് ഇവർ പലരും ഇരിക്കുന്നത്. അപ്പോൾ സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന വൃക്ഷസ്നേഹിയായ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഒന്നിനും തയ്യാറല്ല. ഈ വേഷത്തിൽ എടുക്കാമെങ്കിൽ എടുത്താൽ മതി എന്ന് അദ്ദേഹം വാശി പിടിച്ചു. അദ്ദേഹത്തിൻ്റെ താടിയും മുഴുവൻ വൈറ്റാണ്. അപ്പോൾ അങ്ങനൊരു ഇതൊക്കെ എടുത്ത് ഭയങ്കര ഡിസാസ്റ്ററായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഈ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ന്യൂസിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ന്യൂസിൻ്റേതായ ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കി ആദ്യത്തെ വാർത്താ വായനക്കാരെ പരിശീലിപ്പിക്കുന്നു. ആദ്യത്തെ വാർത്താ വായനക്കാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ നടക്കുകയാണ്. അന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാമേന്ദ്രൻ സാർ ആകാശവാണിയിലെ പ്രശസ്തനായ ന്യൂസ് എഡിറ്റർ, അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, അന്ന് കുളപ്പനക്കുന്നിലേട്ട് ഈ ഓഡീഷന് വരുന്നവരെല്ലാവരും അവർക്ക് ഒരു വായിക്കാൻ വേണ്ടി ഒരു കടലാസ് കൊടുക്കും, വാക്കുകൾ, അതുപോലെ തന്നെ വാർത്ത, ഒരു തയ്യാറാക്കിയ വാർത്ത. അവരെല്ലാവരും വായിക്കുന്നത് രാമേന്ദ്രൻ സാർ വായിക്കുന്ന പോലെ ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും ഒക്കെയാണ്. അത് കൗതുക വാർത്തകൾ അന്ന് വളരെ പ്രശസ്തമാണ്. കൗതുക വാർത്തകൾ അതുപോലെ തന്നെ രാമേന്ദ്രൻ സാറിൻ്റെ മറ്റു വായനയൊക്കെ അവർ കേട്ട് അതാണ് വാർത്താ വായന എന്ന് വിചാരിച്ച ആളുകളായിരുന്നു അന്നത്തെ കൂടുതൽ പേരും. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം ഞങ്ങൾക്ക് പോലും എങ്ങനെയാണ് ടെലിവിഷനിൽ മലയാളം വാർത്ത വായിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ നമുക്ക് പൂർവ്വ മാതൃകകളൊന്നുമില്ല. ഒരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒന്നുമില്ല. ആകാശവാണി വാർത്തകൾ സ്വാഭാവികമായിട്ടും അനുകരിക്കുന്ന ആളുകളായിരുന്നു കൂടുതൽ. പക്ഷെ അതല്ലാതെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു കടമ്പ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാർത്തയുടേതായ ഒരു ശൈലി ഉണ്ടാക്കുക, വായനയുടേതായ ഒരു ശൈലി ഉണ്ടാക്കുക. അതുപോലെ തന്നെ എഴുത്ത്. അന്ന് ന്യൂസ് എഡിറ്റർ, അതായത് ദൂരദർശൻ്റെ വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൂരദർശൻ്റെ വാർത്ത, ഞാൻ വാർത്തയുടെ പ്രൊഡ്യൂസറാണെങ്കിൽ പോലും എൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. കണ്ടൻറ് എന്ന് പറയുന്ന ഉള്ളടക്കം, വായിക്കുന്ന വാർത്ത, അതിലെ വാചകങ്ങൾ, അതിലെ എന്ത് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വാർത്തയുടെ എഡിറ്ററാണ്, ന്യൂസ് എഡിറ്ററാണ്. അവർ അന്ന് സെൻട്രൽ ന്യൂസ് സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസിൽ നിന്ന് വരുന്നവരാണ്. പിന്നെ അത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസായി മാറി. അപ്പോൾ ഈ സെൻട്രൽ ന്യൂസ് സർവീസിൽ നിന്ന് വരുന്നവർ അവർ ദൂരദർശനിൽ ടെലിവിഷനിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. ആകാശവാണിയിലാണ് പ്രധാനമായിട്ട് അവർ ജോലി ചെയ്യുന്നത്. ഫീൽഡ് പബ്ലിസിറ്റിയിൽ പോവും, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ പോവും, DAVPയിൽ പോവും. അങ്ങനെ ഈ കേന്ദ്ര ഗവൺമെൻറ്റേതായ എല്ലാ ന്യൂസ് യൂണിറ്റുകളിലും അവർ പ്രവർത്തിച്ച് പരിചയം ഉണ്ടാവും. പക്ഷേ തിരുവനന്തപുരത്ത് ദൂരദർശൻ ആരംഭിക്കാത്തതുകൊണ്ട് ഇവരാരും ദൂരദർശനിൽ പ്രവർത്തിച്ചിട്ടില്ല. അവർക്ക് റേഡിയോയിൽ പ്രവർത്തിച്ച പരിചയമുണ്ടെങ്കിലും ടെലിവിഷനിൽ പ്രവർത്തിച്ച പരിചയമില്ല. അവിടെ ഈ ശബ്ദമാധ്യമവും ദൃശ്യമാധ്യമവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് അവർക്ക് കാര്യമായിട്ട് അറിയുമായിരുന്നില്ല. ഇതൊരു വലിയൊരു ചലഞ്ചായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾക്കാണെങ്കിൽ നമ്മൾ ജേർണലിസം പാസ്സായവരാണ്, ഞാനും ചാമിയാരും, ഞങ്ങളുടെ കൂടെ വാർത്തയിലുണ്ടായിരുന്ന അൻവർ PK മോഹൻ തുടങ്ങിയവർ. പക്ഷേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ടെലിവിഷൻ വാർത്ത എഴുതിയുള്ള പരിചയവും വളരെ കുറവാണ്. പക്ഷേ ഇതൊരു വേറെ ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാ ദിവസവും കൂടിയിരുന്ന് വാർത്ത എങ്ങനെ വേണമെന്ന്
ആലോചിച്ച് വാർത്താ ബുള്ളറ്റിനുകളുണ്ടാക്കി, അത് ഡെമ്മി ബുള്ളറ്റിനുകളുണ്ടാക്കി, അത് വായിച്ച് പരിശീലിച്ച് ഒരു സെറ്റ് ഓഫ് വാർത്താ വായനക്കാരെ തിരഞ്ഞെടുത്തു. അതിനകത്ത് GR കണ്ണൻ എന്ന് പറയുന്ന P ഗംഗാധരനാരുടെയും TP രാധാമണിയുടെയും മകനായ കണ്ണൻ, ഹേമലത, ഈ അടുത്ത കാലത്ത് ദൂരദർശനിൽ നിന്ന് ന്യൂസിൽ നിന്ന് പിന്നെ വിരമിച്ച ഹേമലത, പിന്നെ ഇവിടെ സെൻട്രൽ ഇത് എന്താ എഡ് സ്റ്റഡീസിലെ സെൻറ്റർ ഓഫ് എഡ് സ്റ്റഡീസിലെ ഒരു സയൻറ്റിസ്റ്റായ സന്തോഷ്, പിന്നെ നടനൊക്കെ ആയിരുന്ന രവി വള്ളത്തോൾ, അങ്ങനെ പറയുകയാണെങ്കിൽ അന്നത്തെ പലരെയും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ഒരുപാട് പേര് അന്ന് ഞങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ന്യൂസ് റീഡേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എല്ലാ ദിവസവും വന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യും. കാര്യം ന്യൂസ് എഡിറ്റർ ജോയിൻ ചെയ്തിട്ടില്ല. അദ്ദേഹം VK കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പിന്നെ ഫീൽഡ് പബ്ലിസിറ്റിയുടെയും ആകാശവാണിയുടെയൊക്കെ പ്രവർത്തിച്ച് വളരെ പരിചയസമ്പന്നനായ വ്യക്തിയാണ്. അദ്ദേഹം രാഷ്ട്രീയമൊക്കെ അദ്ദേഹത്തിന് വളരെ അരച്ച് കലക്കി കുടിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ടെലിവിഷനിൽ പരിചയമില്ല, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്റർമാരും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ തന്നെ എല്ലാവരും വാർത്ത പ്രിപ്പയർ ചെയ്ത് കുറേ ദിവസങ്ങളൊക്കെ പരിശീലിച്ചു. ജനുവരി 1-ാം തീയതി ടാഗോർ തിയേറ്ററിൽ വെച്ച് പിന്നെ തിരുവനന്തപുരം ദൂരദർശൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി K. കരുണാകരൻ അദ്ദേഹം നിർവഹിച്ചു. പിന്നെ വയലാർവി, ആഭ്യന്തരമന്ത്രി വയലാർവി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാക്കി കുറേ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ എനിക്ക് അന്ന് മുതൽ വീട്ടിൽ പോയിട്ട് ഒരുപാട് ദിവസങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ടില്ല. കാര്യം പിന്നെ അന്ന് രാത്രി തന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്ത് ഡൽഹിക്ക് അയക്കണം. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ വാർത്തയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കണം, കുറേ ഷൂട്ട് ചെയ്തൊക്കെ വെക്കണം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ചാമിയാർ, എൻ്റെ സഹപ്രവർത്തനായ ചാമിയാർ ഒരു ടൂറ് വേറൊരു പിന്നെ അസൈൻമെൻ്റ് ആയിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള മട്ടിലായിപ്പോയി. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ വാർത്തയ്ക്ക് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ നടത്തുന്ന സമയത്ത് ഒരു രസകരമായൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, അന്നത്തെ വാർത്തയിൽ കാലാവസ്ഥ റിപ്പോർട്ടും കൂടെ ചേർക്കണം എന്നിങ്ങനെ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആദ്യത്തെ വാർത്തയല്ലേ, ഞാൻ വരാം, ഞാൻ തന്നെ വന്ന് അവതരിപ്പിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആകെ നമുക്ക് കിട്ടുന്ന 10 മിനിറ്റാണ്. 6 മണിക്ക് പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ, സംപ്രേഷണം ആരംഭിച്ചാൽ 7:30 മണിക്ക് വാർത്ത, 7:40 കൃത്യമായിട്ട് ഡൽഹിയിലെ നാഷണൽ ചാനലുമായിട്ട്, നാഷണൽ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യണം. അതൊരു വളരെ അലംഘനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ 10 മിനിറ്റിൽ 9 മിനിറ്റേ കിട്ടുള്ളൂ. 9 മിനിറ്റിൽ വേണം ഇതെല്ലാം തീർക്കാൻ. അതെന്താ ചെയ്യേണ്ടത്? അപ്പം നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. അദ്ദേഹം വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു കറുത്ത കോട്ടും സൂട്ടൊക്കെ ആയിട്ട് ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിന് അല്പം ഇരുണ്ട നിറമാണ്. അപ്പോൾ അദ്ദേഹം വരുന്നു, ഒരു വലിയ സ്ക്രിപ്റ്റ് കൊണ്ടിരുന്നു. അതൊരു 10 മിനിറ്റ് അത് തന്നെ വായിക്കാനുണ്ടാവും. ഞാനതൊക്കെ വളരെ പിന്നെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ അതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ആകെ ഒരു 5 വരി അദ്ദേഹത്തിന് വായിക്കാൻ വേണ്ടി എഴുതി കൊടുത്തു. പക്ഷേ അദ്ദേഹം വലിയ നിരാശയോടുകൂടി ഇതെന്തോ പറയാനാണ് ഞാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് വേറൊന്നും പറയാനുള്ള സൗകര്യമില്ല. മാത്രമല്ല, നമുക്ക് കേരളത്തിൽ നിന്നും ഒരു വലിയൊരു കാലാവസ്ഥ റിപ്പോർട്ട് കൊടുക്കേണ്ട പ്രസക്തിയൊന്നുമല്ല, ഇത് യൂറോപ്പൊന്നും അല്ലല്ലോ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാകുന്നതുകൊണ്ട് മാത്രം കൊടുത്താണ്. അപ്പോൾ വാർത്ത ആരംഭിക്കാനുള്ള സമയമായി. സ്റ്റുഡിയോയിൽ എല്ലാം സജ്ജമായി. വാർത്തയുടെ വിഷ്വൽസ് അന്ന് തലേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തത് ഉൾപ്പെടെ ഒരു സോഫ്റ്റ് ന്യൂസായിട്ട് ഒരു അവസാനം ഒരു തിരുവനന്തപുരം മൃഗശാലയിൽ പുതിയൊരു അതിഥി എത്തിയ ഒരു കഥയിലാണ് അത് അവസാനിക്കുന്നത്. ഇടയ്ക്ക് വേറെ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ വാർത്തകളൊന്നും അന്ന് നമ്മുടെ ഒരു ഇതിൽ വരുന്നില്ല. അത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള പിൽക്കാലത്താണ് അത് തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ, ഗവൺമെൻറ്റിൻ്റെ വാർത്ത, ഗവൺമെൻറ്റിൻ്റെ ചാനൽ എന്നുള്ള ഗവൺമെൻറ് പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ഏജൻസി പോലെയാണ് ആദ്യകാലങ്ങളിൽ അത് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തയ്യാറായി. ഞാൻ എഡിറ്റ് ചെയ്ത് VTRൽ കൊടുത്തു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോൾ പാനലിൽ വന്ന് പ്രൊഡ്യൂസറിൽ നിന്ന് കമാൻഡ്സ് കൊടുക്കുന്നതനുസരിച്ച് അടുത്തിരിക്കുന്ന വിഷൻ മിക്സർ എന്ന് പറയുന്ന ടെക്നീഷ്യൻ അത് സ്വിച്ച് ചെയ്യണം. മുമ്പിൽ കുറേ സ്വിച്ചുകളുണ്ട്. ഓരോ സ്വിച്ചും ഓരോ ക്യാമറയിലും ഓരോ VTR ഉൾപ്പെടെയുള്ള മറ്റ് സോഴ്സിൻ്റെയും കണക്ട് ചെയ്യുന്ന സ്വിച്ചാണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് വിഷ്വൽസ് എയറിൽ പോയി പിന്നെ പ്രേക്ഷകരുടെ മുമ്പാകെ എത്തുന്നത്. ഇതാണ് ഒരു ടെക്നിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഇത് ആദ്യത്തെ ലൈവ് പ്രൊഡക്ഷനാണ് എൻ്റെ ന്യൂസിൻ്റെ. ലൈവ് പ്രൊഡക്ഷൻ ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ലൈവായിട്ട് കാഴ്ചക്കാരുടെ മുമ്പാകെ എത്തുന്നത്. ഇത് ഞാൻ മദ്രാസ് ദൂരദർശനിലൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും അത് ഞാൻ ആകെ ഇങ്ങനെ പരിഭ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? കാര്യം ഇത് ഭയങ്കര പിന്നെയാണത് ചെയ്ത് അത് വലിയ പ്രശ്നമൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ അത് കാണാൻ തന്നെ ആ ചെറിയ വാനിനകത്ത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ എൻ്റെ പുറകിലുണ്ട് താനും. ഇത് കാണാൻ ആദ്യത്തെ ഒരു വാർത്ത പോലല്ലേ. അപ്പോൾ ഇത് ആരംഭിക്കുന്നു. കണ്ണൻ നമസ്കാരം പറഞ്ഞ് വാർത്ത തുടങ്ങി. വിഷ്വൽസൊക്കെ കൃത്യമായി ഏറിപ്പോയി വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇങ്ങനെ പിന്നെ നന്ദി പറഞ്ഞു. അവസാനത്തെ സ്റ്റോറി കഴിഞ്ഞ് ഇനി കാലാവസ്ഥ
റിപ്പോർട്ട് നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഒരു ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മ, അദ്ദേഹം പറയും എന്ന് പറഞ്ഞതും പെട്ടെന്ന് ആ ക്യാമറ അങ്ങ് ഔട്ടായി. ജോസഫിനെ ഷൂട്ട് ചെയ്യേണ്ട ക്യാമറ ഔട്ടായിട്ട് അപ്പോഴത്തേക്കും പിന്നെ അശരീരി പോലെ ഈ ജോസഫ് എന്നെ പറ്റിച്ചിട്ട് വേറൊരു സ്ക്രിപ്റ്റ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു. അദ്ദേഹം അതങ്ങ് വായിക്കാൻ തുടങ്ങി. അത് കുറേ നേരം എടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ക്യാമറ എല്ലാവരും കൂടെ ഉന്തിത്തള്ളി നിരക്കി അപ്പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഈ ജോസഫിനെ എടുത്ത് വന്നപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്, പതുക്കെ പല്ല് കണ്ണ് എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് തെളിഞ്ഞ് വരണം. അതാണ് നടക്കുന്ന ഒരു കാര്യം. വന്നപ്പോഴേ അദ്ദേഹം വായന നിർത്തിയിട്ടില്ല, കുറച്ച് നേരം എടുത്തത്. അത് കഴിഞ്ഞു, അദ്ദേഹത്തിനെ അവസാനിപ്പിച്ചു. തിരിച്ച് ന്യൂസ് റീഡറെ അപ്പോഴത്തേക്കും എടുത്തു. അദ്ദേഹം വൈൻഡപ്പ് ചെയ്തു. അദ്ദേഹം നേരെ വാർത്ത അവസാനിച്ചു. ഡൽഹിക്ക് കുറച്ച് താമസിച്ച് നാഷണൽ നെറ്റ്വർക്കിലേക്ക് ലിങ്ക് ചെയ്തു. ആദ്യത്തെ ദിവസമായിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എൻ്റെ പേരിൽ ഇതൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതിൻ്റെ പേരിലുള്ള പിന്നെ ചീത്തയൊക്കെ വരുന്നു ഈ താമസിച്ച് ലിങ്ക് ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ അത് പോയി. അതായിരുന്നു ആദ്യത്തെ വാർത്തയുടെ ഒരു പ്രശ്നം. ഇതെൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല, എൻ്റെ കൂടെ അന്ന് ജോലി ചെയ്ത എല്ലാവർക്കും ഇതുപോലെ പല അനുഭവ കഥകൾ പറയാൻ കാണും. അവിടെ തന്നെയാണ് നാടകം, ഞാൻ പറഞ്ഞല്ലോ ടാഗോറിൻ്റെ പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള നാടകം സി.കെ. തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന അവിടെയാണ്. ഞാൻ സാജനം ചേർന്നിട്ട് പിന്നെ ഒരു സാഹിത്യ പരിപാടി ഞാൻ ആദ്യം ചെയ്ത അതാണ്. നരേന്ദ്രപ്രസാദ് സാറിനെ അന്ന് വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്നു, സാറിൻ്റെ അധ്യാപനം കൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയേറ്റർ ഗ്രൂപ്പ് നോട് ആവശ്യപ്പെട്ടിട്ട് അവരോട് പറഞ്ഞിട്ട് അവർ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ഒരു നാടകമായിട്ട് നാട്യഗ്രഹം ചെയ്തു. അതിനകത്ത് മുരളി, അലിയാർ സാറ്, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ, MK ഗോപാലകൃഷ്ണൻ, MV ഗോപാലകൃഷ്ണൻ, അങ്ങനെ MV ഗോകുമാർ, MR ഗോകുമാർ, ഇവരൊക്കെ അഭിനയിച്ച ദേശമംഗലം രാമകൃഷ്ണൻ സാറിൻ്റെ മകളും പിന്നെ VP ശിവകുമാരൻ സാറിൻ്റെ മകനുമൊക്കെ അഭിനയിച്ച ഒരു രസകരമായൊരു നാടകം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തത്. അത് ആ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ശ്യാമപ്രസാദ് വെസ്റ്റേൺ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നു ഒക്കെ, അത് ആ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ആ സ്റ്റുഡിയോ ഞങ്ങളുടെയൊക്കെ ഒരു പഠന കളരിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ക്യാമറ ഔട്ടാവുന്നത്. പെട്ടെന്ന് ലൈറ്റിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് നേരാവണ്ണം മുഖം ഇരുണ്ട് അവസാനം പിറ്റേ ദിവസം സംപ്രേഷണം ചെയ്യുമ്പം മുഖം കാണാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി വരുന്നത്. ഇത് പിറ്റേ ദിവസം പോലെ തന്നെ നമ്മുടെ പത്രം പ്രവർത്തകരായ സുഹൃത്തുക്കൾ തിരുവനന്തപുരം ദൂരദർശനിലുണ്ടാകുന്ന പാളിച്ചകളൊക്കെ പങ്ക്തിയാക്കി എഴുതി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത്രയും ഒരുപാട് പരിമിതികൾക്കിടയിൽ ഒരു സംഘം, ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർ പ്രത്യേകിച്ച് ടെലിവിഷനിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ അത് ചെയ്യുമ്പോൾ അതിനെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി നിരീക്ഷിച്ച, ഒട്ടും സഹിഷ്ണുത കാണിക്കാത്ത ഒരു സംഘം ആൾക്കാരും അന്ന് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്നും കൂടെ പറയേണ്ടി വരും. ഇത് ആ കാലഘട്ടത്തിലെ ഒരുപാട് പരിപാടികൾ അങ്ങനെയായിരുന്നു. അതിനുശേഷം 1987 പുതിയ സ്റ്റുഡിയോ കമ്മീഷൻ ചെയ്യുന്നതും ഒരു വാർത്തകളൊക്കെ അവതരിപ്പിക്കുന്ന ഉൾപ്പെടെ വളരെ വിശാലമായ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശാലമായ ഒരു സ്റ്റുഡിയോയിൽ വളരെ കുറച്ചുകൂടെ നന്നായിട്ട് ഗംഭീരമായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂടുതൽ പ്രൊഡ്യൂസർമാർ, പിന്നെ ഇരവി ഗോപാലൻ, നാർസ് അയ്യർ തുടങ്ങിയ അങ്ങനെ ഒരു നല്ല പ്രൊഡ്യൂസർമാർ, ഒക്കെ അവകാശവാണിയിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ കൂടുതൽ പ്രതിഭാശാലികളായ ആൾക്കാർ ഞങ്ങളുടെ ഇടയിലേക്കും വന്നു. പുതിയ ബാച്ച് അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാർ തന്നെ വളരെ നല്ല ഒരു ബാച്ച് എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാഫിൽ തന്നെ എണ്ണം കൂടിയവരോട് നമുക്കെല്ലാവർക്കും കുറച്ചുകൂടെ എന്താ പറയുക, ഒരു റിലീഫ് കിട്ടിയത് ഈ പിന്നീടുണ്ടായ നാളുകളിലാണ്. എനിക്കന്ന് വാർത്താ പരിപാടികളുടെ ചുമതല കൂടാതെ ഉണ്ടായിരുന്നത് സാഹിത്യ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആദ്യം 1.5 മണിക്കൂർ സംപ്രേഷണം, പിന്നീട് 2 മണിക്കൂർ, 4 മണിക്കൂർ, അങ്ങനെയാണ് അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് ഞങ്ങളുടെ കൂടെയുള്ള പ്രൊഡ്യൂസർമാരുടെ എണ്ണവും ക്യാമറമാൻമാരുടെ എണ്ണവും ഒക്കെ കൂടി എല്ലാവർക്കും കുറച്ചുകൂടെ ആദ്യത്തെ ഭയങ്കരമായ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷെഡ്യൂളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഇത് ലഭിച്ചു എന്നുള്ളതാണ് വാസ്തവം. അന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ടെലിവിഷനിൽ പൂർവ്വ മാതൃകകളില്ല. അത് വാർത്താ അവതരണത്തിൽ മാത്രമല്ല, ഡോക്യുമെൻ്ററിയുടെ കാര്യത്തിലും ഒന്നും കേരളത്തിൽ അതിനു മുമ്പ് ഒരു ടെലിവിഷൻ എന്നുള്ള മാധ്യമത്തിലേക്ക് ഇതുണ്ടായിട്ടില്ല. ഡോക്യുമെൻ്ററികൾ ഉണ്ടായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, വലിയ സ്ക്രീനിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുടുംബത്തിലെ പിന്നെ ഗൃഹസദസ്സുകളിലേക്ക് എത്തുന്ന ഒരു പരിപാടി എന്നുള്ളതിനെ ആദ്യമായിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ
ഇടിയം കണ്ടെത്തുന്നതൊക്കെ ഞങ്ങളാണ്. അപ്പം അത്തരം ആ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം ഇതൊന്നും പരസ്പരമായ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്യും, പലരുടെ പരിപാടികളിൽ പിന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കുഞ്ഞികൃഷ്ണൻ സാറ് അദ്ദേഹം ഒരു ടാസ്ക് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഭയങ്കര ഒരു ഹെഡ് മാസ്റ്ററെ പോലെ ആയിരുന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ അന്നത്തെ സാഹിത്യ പരിപാടികളിൽ കവിസന്നിധി എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ ONV സാർ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹം ഏത് കവിത എഴുതിയാലും ആദ്യം ദൂരദർശനിൽ വിളിച്ചു ചോദിക്കും, ബൈജു ഇങ്ങനെ ഞാനൊരു കവിത ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പല സൂര്യഗീത ഉൾപ്പെടെ പാഥേയം ഉൾപ്പെടെ അല്ലെങ്കിൽ നിലാതീരത്തേക്കൊരു അദ്ദേഹം ഇതിൻ്റെ ചോറൂണിൻ്റെ 2ാം ഭാഗമായിട്ട് എഴുതിയ കവിത, ഇങ്ങനെ പല കവിതകളും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആ ഇടയ്ക്കൊരു ഡോക്യുമെൻ്ററി നാഷണൽ നെറ്റ്വർക്കിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ONV സാറിൻ്റെ പേര് പറഞ്ഞു എന്നുള്ള അയ്യപ്പ പണിക്കർ സാറ്, സുഗതകുമാരി ടീച്ചർ, അവിടെ വടക്കുന്ന് അക്കിത്തം, വിഖ്യാതരായ എല്ലാ കവികളും സാഹിത്യകാരന്മാരും തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ ആ സ്റ്റുഡിയോയുടെ പരിസരത്തായിട്ട് വളരെ വിശാലമായ ഒരു കുളം ഉൾപ്പെടെ കാട് പിടിച്ചിടക്കുന്ന വളരെ ആ പച്ചപ്പ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ശാർങ്ങക പക്ഷികൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്തരം ഒരു പച്ചപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ഒരു വന്യമായ ഒരു പശ്ചാത്തലത്തിലാണ് ONV സാറിൻ്റെ ശാർങ്ങക പക്ഷികൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് കവിയശപ്രാർത്ഥികളായ ആളുകളൊക്കെ വന്നിങ്ങനെ നിരന്തരം ഞങ്ങളുടെ ഡയറക്ടറെ ശല്യപ്പെടുത്തുകയും ഞങ്ങളെയൊക്കെ നേരിട്ട് വന്ന് കാണുകയും അങ്ങനെ ഒരുപാട് പേര് ദൂരദർശനിലൂടെ കവികളായ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ പുതിയ കവികളിൽ ആദ്യമായി ദൂരദർശനിലൂടെ അറിയപ്പെട്ട അല്ലെങ്കിൽ പുറത്തു വന്ന ആ രീതിയിൽ വന്ന 2 കവികളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും വി മധുസൂദനൻ നായരും. അവരൊക്കെ ആദ്യമായിട്ട് ഇവരുടെ കവിതകൾ പുറത്തു വരുന്ന തന്നെ ദൂരദർശൻ്റെ ആ ഒരു പരിപാടികളിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ബാലേന്ദ്രൻ്റെ കവിതകൾ, ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ അത് പലതും ഒരു നാടകീയമായിട്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് അകത്തൊക്കെ വെച്ചിട്ടാണ് ഒരു കുറച്ച് സിനിമാറ്റിക് ആയിട്ടാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പിൻവിളി വിളിക്കാതെ എന്നുള്ള അതൊക്കെ ബാലേന്ദ്രൻ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് അത് ചെയ്തത്. കയ്യപ്പണിക്കർ സാറിൻ്റെ കവിതകൾ ചൊൽക്കാഴ്ചയായിട്ട് തന്നെ, അന്ന് ചൊൽക്കാഴ്ച വളരെ പിന്നെ പോപ്പുലറായിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു വിഭവമായിരുന്നു തിരുവനന്തപുരത്ത് മാത്രമല്ല കടമനിട്ട ഉൾപ്പെടെയുള്ള. അപ്പോൾ ഞങ്ങൾ അന്ന് സുഗതകുമാരി ടീച്ചർ, ONV സാറ്, വിഷ്ണുനാഥൻപൂരി സാറ്, പിന്നെ അയ്യപ്പണിക്കർ സാറ്, ചെമ്മനം ചാക്കോ സാർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന ഒരു കവി അരങ്ങ് പോലെ സ്റ്റുഡിയോയുടെ ആ ഒരു മുറ്റത്തല്ല കുറച്ച് പുറകിലൊരു വിശാലമായ ഒരു ഈ പറഞ്ഞ പ്രകൃതി പശ്ചാത്തലത്തിൽ വെച്ച് ചെയ്തു. മറ്റൊരിക്കൽ സത്യാനന്ദനും കടമനിട്ടയും KG ശങ്കരപ്പിള്ളയും ചേർന്ന ഒരെണ്ണം വേളിക്കായലിൻ്റെ തീരത്ത് വെച്ച് ചെയ്യുന്നു. അപ്പം ഒരു ടെലിവിഷൻ മാധ്യമത്തിൻ്റെ സ്റ്റുഡിയോയുടെ പരിമിതി ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പരമാവധി ശ്രമങ്ങൾ അന്നത്തെ ഒരുപാട് ഞാൻ പിന്നെയും ഞങ്ങളുടെ പരിമിതികളായിരുന്നു അന്ന് കൂടുതലും. ക്യാമറയുടെ എണ്ണം കുറവാണ്, നമുക്ക് അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാനുള്ള അതിൻ്റെ കൂടെയുള്ള അനുബന്ധമായ പല കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടത്ര പിന്നെ ഒരു ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഈ സമയത്ത് ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുന്നതല്ല, എല്ലാവരും അവരുടേതായ രീതിയിൽ ഇത്തരം പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഞാൻ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയെക്കുറിച്ച് ഡോക്യുമെൻ്ററി ആയിട്ടാണ് M. രാജീവ് കുമാർ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടാണ് ആ രംഗത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് രാജീവ് കുമാർ ഞാനും കൂടെ ചേർന്ന് തന്നെ പിന്നെ കുമാരനാശാൻ്റെ ജീവിതത്തെക്കുറിച്ച് കായിക്കര തോന്നയ്ക്കൽ എന്ന് 2 ഡോക്യുമെൻ്ററികൾ ചെയ്തു. പിന്നീട് ഞാൻ അതിൻ്റെ അനുബന്ധമായിട്ട് വീണപൂവ്, കുമാരനാശൻ എഴുതിയ വീണപൂവിൻ്റെ മണ്ണിൽ എന്നുള്ള പേരിൽ അവിടെ ഒളപ്പമണ്ണ മനയ്ക്ക് തൊട്ടപ്പുറത്തായിട്ട്, ഒളപ്പമണ്ണ താമസിച്ചിരുന്ന വീട്ടിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ജൈന ഗൃഹത്തിൽ ഷൂട്ട് ചെയ്തത്. അതൊക്കെ വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. അതിപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ സാഹിത്യ പരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ആ സമയത്താണ് OV വിജയൻ തിരുവനന്തപുരത്ത് വരുന്നു. അദ്ദേഹം ഹോട്ടൽ പ്രസാദിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനും ശ്യാമപ്രസാദും കുഞ്ഞികൃഷ്ണൻ സാർ പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തെ പോയി കണ്ട് പിന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യം സംസാരിക്കുന്നു. അദ്ദേഹം വളരെ ഒരു തരത്തിലും അതിന് പിന്നെ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അവസാനം ഞങ്ങൾ പല ദിവസങ്ങളിലൂടെ പോവും, സംസാരിക്കും. അങ്ങനെ പതുക്കെ പിന്നെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം കൂട്ടിക്കൊണ്ട് അദ്ദേഹം എനിക്ക് വഴികാണിച്ചു കൊടുക്കാൻ എന്നെ വഴികാട്ടിയായിട്ട് അദ്ദേഹം പിന്നെ അരവിന്ദൻ്റെ വീട്ടിൽ പോയ രസകരമായ ഒരു കഥയുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം വിജയൻ സമ്മതിച്ചു. വിജയനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അധ്യാപകൻ പിന്നെ ആയ നരേന്ദ്രപ്രസാദ് സാറിനെ തന്നെയാണ് സമീപിച്ചത്. അപ്പോൾ സാറ് വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. എനിക്ക് തോന്നുന്നു പ്രസാദ് സാറിൻ്റെ ആദ്യത്തെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഇന്നും നമ്മുടെ യൂട്യൂബിലൊക്കെ വളരെ കാര്യമായി ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കണ്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണത്. അത് പ്രസാദ് സാറിൻ്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു. അങ്ങനെ അപ്പോൾ അതിന് പറ്റിയൊരു ആ പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് വെറുതെ ഏതെങ്കിലും ഒരിടത്തിരുന്ന് സ്റ്റുഡിയോയിൽ എടുക്കേണ്ടി വരും. പക്ഷേ സ്റ്റുഡിയോ അല്ലാതെ പുറത്ത് പോകുമ്പോൾ
അനുയോജ്യമായൊരു പശ്ചാത്തലം വേണമെന്ന് എന്തുകൊണ്ടോ ഞങ്ങൾക്കെല്ലാവരും ഒരു ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങനെ വിജയൻ്റെ പശ്ചാത്തലമായിട്ട് ഞാൻ കണ്ടെത്തിയത് ശംഖുമുഖം കടപ്പുറത്തെ ഒരു കൽമണ്ഡപമാണ്. അപ്പോൾ അന്നാണ് ഈ രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥ കടൽ തീരത്ത് ഒക്കെ പുറത്തു വന്ന സമയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവൽ മാതൃഭൂമി സീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗുരുസാഗരം. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഗര എന്താ പറയുക ഗാംഭീര്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വിജയനെ നരേന്ദ്രപ്രസാദ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം സമയമൊന്നും അനുവദിച്ചിട്ടില്ല. ഇന്ന് 1 മണിക്കൂറും 2 മണിക്കൂറും അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ട്. അന്നൊന്നും അങ്ങനെയല്ല. ഈ ടോക്കിംഗ് ഹെഡ്സ് എന്നുള്ള പരിപാടി വളരെ കുറച്ച് സമയം മാത്രമേ ആകാവുള്ളൂ, കൂടുതലും വിഷ്വൽസ് ആയിരിക്കണം എന്നുള്ള തെറ്റോ ശരിയോ ആയ ഒരു ധാരണ എല്ലാവർക്കും ഇടയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡയറക്ടർക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളുടെ ഇൻ്റർവ്യൂ ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കർശനമായി ഇടപെടും. കാര്യം അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമേ നമ്മൾ അരമണിക്കൂർ സമയം അനുവദിച്ചിട്ടുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഒരാൾക്കും നമുക്ക് ടെലിവിഷൻ സമയം അരമണിക്കൂർ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പിന്നീട് ഒരുപാട് മാറി. ഇന്നിപ്പോൾ നമുക്കറിയാം എത്രയോ നേരമാണ് ലൈവ് ടെലിവിഷൻ ഒരാളുടെ മുഖം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടോക്കിംഗ് ഹെഡ്സ് എന്നുള്ള ഇന്നൊരു ശീലമായ കാര്യമാണ്. പക്ഷേ അത് ഒരു തരത്തിൽ ഞങ്ങൾക്കൊരു പാഠമായിരുന്നു. കാര്യം നമുക്ക് കൂടുതലും ദൃശ്യങ്ങളെ ആശ്രയിക്കുക, ദൃശ്യങ്ങൾ കണ്ടെത്തുക, ദൃശ്യങ്ങളുടേതായ ഒരു ഭാഷ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ച ഒരു തീരുമാനം കൂടിയായിരുന്നു. അതൊന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയുള്ള സംഭവിച്ചതെന്താണെന്ന് പറഞ്ഞാൽ വിഖ്യാതരായ മനുഷ്യരുടെ അടുത്ത് പോയി അവരെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോഴത്തേക്കും അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും അത് വൈൻഡപ്പ് ചെയ്യണം. കാര്യം പിന്തുടരാൻ പറ്റില്ല എന്നുള്ളത് എത്രയോ പ്രഗത്ഭരായ മനുഷ്യർ 1980-കൾ ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വളരെ നമുക്ക് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയോ പേര് ജീവിച്ചിരുന്നൊരു കാലമാണ്. ഇവരൊക്കെ തിരുവനന്തപുരം ദൂരദർശന് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ദൂരദർശന് വരാത്ത ആരും ആ കാലത്തുണ്ടായിരുന്നില്ല. അന്ന് സൂര്യ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ വരുന്ന എല്ലാ അതിഥികളും, എല്ലാ വിഖ്യാതരായ നർത്തകരും, വിഖ്യാതരായ മ്യൂസീഷ്യന്മാരും അതുപോലെ തന്നെ അഭിനേതാക്കളും ഒക്കെ തിരുവനന്തപുരം ദൂരദർശനിൽ വരികയും അശോക് കുമാർ, ദിലീപ് കുമാർ, ദേവാനന്ദ് ഉൾപ്പെടെയുള്ള വളരെ പ്രാൺ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഇൻ്റർവ്യൂ തിരുവനന്തപുരം ദൂരദർശനിൽ വന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ക്ലാസിക്കൽ ഡാൻസേഴ്സും പിന്നെ മ്യൂസീഷ്യൻസും തിരുവനന്തപുരം ദൂരദർശനിൽ വരാത്തവരില്ല. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കാണുകയും ഇവരുടെ ഇൻ്റർവ്യൂവും ഇവരുടെ പെർഫോമൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള വളരെ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇങ്ങനെയുള്ള ഈ അരമണിക്കൂർ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. മാത്രമല്ല എനിക്ക് വേറെ ചില പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായത്, ഈ അന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അന്നത്തെ പത്രപ്രവർത്തകനായ ഗോവിന്ദൻകുട്ടിയൻ അന്ന് മാതൃഭൂമി പത്രം ഒരു വാർത്ത കൊടുത്തു, ആദ്യത്തെ എയ്ഡ്സ് രോഗിയുടെ പടം സഹിതം. അപ്പോൾ അതിൻ്റെ ഒരു എത്തിക്സിനെ കുറിച്ചൊരു ചർച്ച ഞാൻ വാർത്തകൾക്ക് പിന്നിൽ നിന്നും പറഞ്ഞൊരു പരിപാടി ആരംഭിച്ചു. അതിൻ്റെ ഒരു ചർച്ച ചെയ്തായിരുന്നു, ഇത് എത്തിക്കലി എത്രമാത്രം ശരിയാണെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഇങ്ങനൊരു പടം കൊടുക്കുക. ഇന്നിപ്പോൾ നമുക്കറിയാം നമുക്ക് ഇത്തരം പടങ്ങളൊന്നും കൊടുക്കില്ല. പക്ഷെ അന്നതൊരു ബ്രേക്കായിരുന്നു. അവരുടെ ഒരു വലിയ ഒരു MD നാലപ്പാട് പത്രാധിപരായിരുന്ന കാലഘട്ടത്തിൽ അവരെടുത്ത ഒരു തീരുമാനമായിരുന്നു. അത് തെറ്റോ ശരിയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അന്നൊരു വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു പരിപാടി ചെയ്തു. അങ്ങനെ ആ പരിപാടിയിൽ പിന്നെ നമ്മുടെ അന്നത്തെ പത്രപ്രവർത്തകനായിരുന്ന ഗോവിന്ദൻകുട്ടി, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബ്യൂറോ ചീഫ്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കയ്യിലിങ്ങനെ ഒരു സിഗരറ്റ് എപ്പോഴും ചെയിൻ സ്മോക്കറായിട്ട്, അന്നത്തെ മിക്കവാറും പേരും ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നവരാണ്. അപ്പോൾ അവർ ചെയിൻ സ്മോക്കിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കയ്യിൽ എപ്പോഴും ഒരു സിഗരറ്റ് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു സിഗരറ്റ് വലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ വെക്കാമോ? കയ്യിൽ വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ അപ്പോഴത്തെ എൻ്റെ ഒരു ഇതിന് പറഞ്ഞു. ഇതേ കയ്യിൽ വെച്ചോണ്ടാണ് ഈ സംസാരിക്കുന്നത്. കൈ ഇങ്ങനെ ചലിപ്പിച്ചു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ വാർണിങ്ങും മെമ്മോയും ഒക്കെ കിട്ടി. കാര്യം സിഗരറ്റ് ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല. അന്ന് ആളുകളൊക്കെ വളരെ വിജിലൻ്റാണ്. ഞാനത് ഡയറക്ടറുടെ മാത്രം കുറ്റമല്ല. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ തിരുവനന്തപുരം ദൂരദർശൻ്റെ സംപ്രേഷണം കഴിഞ്ഞാൽ ആദ്യം ഫോൺ കോൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ ആ ഫോൺ കോൾ മുഴുവൻ കിട്ടുന്ന ഡയറക്ടർക്കാണ് സ്വാഭാവികമായിട്ടും. അദ്ദേഹം അതിൻ്റെ മുഴുവൻ ദേഷ്യം തീർക്കുന്നത് നമ്മളോടായിരിക്കും. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം രാവിലത്തെ മീറ്റിങ്ങും ഭയങ്കരമായി വഴക്ക് പറഞ്ഞു, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല, അത് വേറൊരിക്കൽ എനിക്ക് വഴക്ക് കിട്ടിയത് ഒരാളുടെ ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺ ഇങ്ങനെ ഊരിക്കടന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതൊക്കെ ഒന്ന് അനുവദനീയമല്ല ടെലിവിഷനിൽ. ഇതിനൊക്കെ എനിക്ക് മധുരമായ ഒരു പ്രതികാരം ചെയ്യാനൊരു അവസരം കിട്ടി. ഞാൻ തകഴി ശിവശങ്കരപ്പിള്ളയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ്. ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തപ്പോഴാണ്. അത് എൻ്റെ ഡയറക്ടർ എൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ചെയ്യുമ്പോൾ. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഞങ്ങൾ കുട്ടനാട് പോയി, ജ്ഞാനപീഠം കിട്ടി തകഴിക്ക് 1985 ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ ഞങ്ങൾ കുട്ടനാട് പോയി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് തകഴി പോയിട്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും വേണം. മലയാളത്തിൽ കെ ജയകുമാറാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ചെയ്യുന്നത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. മലയാറ്റൂരിൻ്റെ അദ്ദേഹത്തിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ നിയന്ത്രിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഏതായാലും കുഞ്ഞികൃഷ്ണൻ സാറും ഉണ്ട് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളിവിടെ പോകുന്നു.
തകഴിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് നടത്തും. അപ്പോൾ അദ്ദേഹം ഡോക്യുമെൻ്ററി തുടങ്ങുന്ന അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പല്ലൊക്കെ തെച്ച് കുലുക്കുഴിഞ്ഞ് ഒരു മുഖമൊക്കെ തുടച്ച് അതൊക്കെ ഒരു തോർത്തുമുണ്ട് വിട്ട് അടുത്ത ചായക്കടയിൽ പോയിട്ട് അവിടെ നിന്നൊരു ചായ കുടിക്കുന്നതാണ് തുടക്കം ഡോക്യുമെൻ്ററിയുടെ. അപ്പോൾ ഇത് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് സമയം കുറേ ആയി. പക്ഷേ ക്യാമറമാൻ ശിവരാജൻ സാർ അതിനെ മനോഹരമായി ഫിൽട്ടർ ചെയ്തിട്ട് ഒരു വെളുപ്പാങ്കാലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്തു തന്നു. അപ്പോൾ ഇതേ നടന്ന് പോയി ഇതൊക്കെ അർത്ഥനഗ്നനാണ്, ഷർട്ട് പോയിട്ടൊരു പിന്നെ ഒരു തോർത്തും കൊണ്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവിടെ പോയി ചായക്കടയിൽ ചെന്ന് കട്ടൻ കാപ്പി അത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബീഡി കത്തിക്കുന്നുണ്ട്, അതും എയറിൽ പോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ അത് ചെയ്തു. അപ്പോൾ ഇത് ഒരു തകഴിയായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല എനിക്ക് ആദ്യമായി ഒരു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ആ ഡോക്യുമെൻ്ററി കണ്ട് പലരും എന്നെ പിന്നെ കത്തയച്ചു. അന്ന് കത്താണല്ലോ, ഫോണൊന്നുമില്ല, കത്തിലൂടെ അഭിനന്ദിച്ച ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ച് ഇംഗ്ലീഷിൽ ചെയ്തതും പിന്നെ മലയാളത്തിൽ പിന്നെ ചെയ്തതുമായിട്ടുള്ള 2 ഡോക്യുമെൻ്ററികൾ. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തകഴിയെ പോലെ തന്നെ എം മുകുന്ദൻ്റെ ഡോക്യുമെൻ്ററി ഞാൻ വേളി കായലിൻ്റെ തീരത്ത് വെച്ചാണ്. അതേപോലെ പശ്ചാത്തലം ഒരു വേളി മയ്യഴി പോലെ തന്നെ ഒരു പൊഴിയാണ്, കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ. അല്ലെങ്കിൽ ആ കാനായി കുഞ്ഞിരാമൻ എന്ന് വേളിയിടാൻ ഞങ്ങൾ തന്നെ ഒരു ഉത്തരവാദിയായ ഒരു കാര്യമാണ്. വേളി വാർത്തയിൽ ഞാൻ ചെയ്ത ഒരു വാർത്ത വേളി കായൽ പ്രദേശത്തിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ചായിരുന്നു. കാര്യം അത് അന്ന് ഭയങ്കര സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ തമ്പടിച്ച ഒരു സ്ഥലമായിരുന്നു വേളി കായൽ തീരം. അപ്പോൾ അതിനെക്കുറിച്ച് ദൂരദർശനിൽ വാർത്ത ചെയ്തു. ഞങ്ങളുടെ ക്യാമറമാൻ VG ജോസഫാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്, ഞാനായിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ ഞങ്ങൾ ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കരുണാകരൻ്റെ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് അവിടെ ഒരു പദ്ധതി തുടങ്ങുകയും പിന്നെ 1-2 വർഷം കൊണ്ട് തന്നെ കാനായി കുഞ്ഞിരാമനെ ഏൽപ്പിച്ച് അദ്ദേഹം ഒരുപാട് ജോമതീയ രൂപങ്ങളൊക്കെ, ഒരു ജോമെട്രിക് ഫിഗേഴ്സൊക്കെ അവിടെ ഉണ്ടാക്കി, ഒരു പാർക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ പാർക്ക് വെച്ചിട്ടാണ് മുകുന്ദൻ്റെ കഥകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മുകുന്ദൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ ബാക്കി ഭാഗം മുകുന്ദൻ്റെ നാട്ട് മയ്യഴി പോയി അവിടെ വെച്ച് തന്നെ അദ്ദേഹം പള്ളിയിൽ വലിയ ബരിയ ഗുരാറ്റ പള്ളിയിൽ പോകുന്നതും സായിവിൻ്റെ ബംഗ്ലാവിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷ്വൽസൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്പൂതിരി, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഇൻ്റർവ്യൂ മുല്ലനേഴി ചെയ്യുന്ന ഒരു വള്ളത്തിലിരുന്നിട്ടാണ്. അത് വള്ളം മൂവ് ചെയ്യുമ്പോൾ ക്യാമറ താഴെ പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു വള്ളത്തിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. അതിനെന്നെ ഭയങ്കരമായി വഴക്ക് പറഞ്ഞ ഒരാളാണ് എൻ മോഹനൻ. അദ്ദേഹം ഞങ്ങളുടെ ഒരു ക്രിട്ടിക്കായിരുന്നു. അദ്ദേഹം കൃത്യമായി അത് കാണും. എൻ മോഹനുണ്ടായിരുന്നു, MP നാരായണപിള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഇത് കണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇവരൊക്കെ കണ്ട് നമ്മളെ കൃത്യമായി വിലയിരുത്തുകയും വിളിച്ചു പറയും. ഒരിക്കലും ഞാൻ മലയാള സിനിമയുടെ മലയാള സിനിമ ഷാജീൻ കരുണ് പിറവിയുടെ അവാർഡ് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കിട്ടിയില്ല. ഇവിടുത്തെ മികച്ച 2ാമത്തെ ചിത്രമായിപ്പോയി. ദേശീയാടിസ്ഥാനത്തിൽ മികച്ച ചിത്രവും മികച്ച നടനും മികച്ച ക്യാമറാമാനും ഒക്കെ ഉള്ള അവാർഡുകൾ ഒരു 4-5 അവാർഡുകൾ കിട്ടി. പണ്ട് സ്വയംവരത്തിന് സംഭവിച്ച പോലെ തന്നെ കേരളത്തിൽ ആകെ ഒരേ ഒരു അവാർഡ്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ഒരു പ്രോഗ്രാം 1989 പിന്നെ അതായത് അവാർഡിൻ്റെ ഒരു സിനിമാ പുരസ്കാരത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ചൊരു ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എടുത്തു. അതൊരു പുതിയൊരു ജോണറായിരുന്നു. കാര്യം വെച്ചാൽ ആളുകളുടെ ഇന്നിപ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ്, പക്ഷേ ഇത് ഞാൻ പഴയ കാലമാണ് പറയുന്നത്. പലരുടെയും അതായത് മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ പ്രഗത്ഭരും, ഞാൻ പറയുകയാണെങ്കിൽ പി ഭാസ്കരൻ മാഷ് ഉൾപ്പെടെ അന്നത്തെ കാലത്തെ ശോഭന പരമേശ്വരൻ നായർ, പിന്നെ മധുസാറ്, ശ്രീകുമാരൻ തമ്പി, പത്മരാജൻ, പിന്നെ ഭരതൻ, ഇങ്ങനെ മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ, അന്ന് തിരുവനന്തപുരത്ത് തന്നെ കിരീടത്തിൻ്റെയും പിന്നെ 2-3 പടങ്ങളുടെ അർത്ഥം, ചാണക്യൻ, ഈ പടങ്ങളുടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടെ പോയി മോഹൻലാൽ അവാർഡ് ഇൻ്റർവ്യൂ തന്നില്ല, ബാക്കി മിക്കവാറും പേരും അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ ഇവരൊക്കെ ഈ അവാർഡുകളുടെ ഒരു അവാർഡുകൾ കിട്ടാതിരിക്കുന്നതിനെക്കുറിച്ചും അവാർഡാണോ കാര്യം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഭയങ്കരമായ ഒരു രസകരമായ രീതിയിൽ ഞാനത് പല ഇൻ്റർവ്യൂ എടുത്തിട്ട് തന്നെ കട്ട് ചെയ്ത് പരസ്പരം ഒരു കൗണ്ടർ പോയിൻ്റായിട്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു അത്. ഞാനത് പറയുന്ന പ്രോഗ്രാമിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയാനല്ല, അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ഞായറാഴ്ച രാവിലെ 8:30 മണിക്കാണ്. ഇന്നാണെങ്കിൽ ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക് ടെലിവിഷൻ വെക്കുന്ന കാര്യം പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അന്ന് ആളുകൾ ടെലിവിഷൻ വെക്കുമായിരുന്നു, അത് കാണുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് പറയുന്നത്. അത് കണ്ടിട്ട് 1 മണിക്കൂർ നേരം ദൈർഘ്യമുള്ള പരിപാടി കണ്ടതിന് ശേഷം അടുത്ത ദിവസം ഞാൻ പിന്നെ ദൂരദർശനിലിരിക്കുമ്പോൾ, അത് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ എൻ്റെ റൂമിലല്ല ഇരിക്കുന്നത്, ഞാൻ വേറെ ഏതോ ഒരു റൂമിലായിരിക്കുന്നത്. ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് എന്നെ തേടി ഒരു കോൾ വരുന്നു. പല മുറികളിൽ സെർച്ച് ചെയ്ത് എൻ്റെ മുറിയിൽ വരുമ്പോൾ ഒരു കോൾ എടുക്കുമ്പോൾ അപ്പുറത്ത് സുഗതകുമാരി ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഈ പ്രോഗ്രാം കണ്ടിട്ട് അഭിനന്ദിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒട്ടും സങ്കല്പിക്കാൻ പോലും പറ്റില്ല, ടീച്ചർ ഈ പരിപാടി കാണുന്നു, ടീച്ചറിന് ഇത്തരം ഒരു പരിപാടിയോട് താല്പര്യം തോന്നി അത്
അതിനെ അഭിനന്ദിക്കുന്ന ഞാൻ ഒരു കാലത്ത് സങ്കല്പിക്കുന്നില്ല. ആ പരിപാടിയിൽ പങ്കെടുത്ത സച്ചിദാനന്ദ മാഷ് എനിക്കൊരു കാർഡിൽ കത്തയച്ചു അതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചും. അങ്ങനെയുള്ളൊരു ഓർമ്മയുണ്ട്. പക്ഷേ ടീച്ചറിൻ്റെ ആ ഒരു അഭിനന്ദനം ഞാൻ ഇപ്പോഴും മനസ്സിലത് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചെയ്ത മറ്റൊരു ഡോക്യുമെൻ്ററി ഇതുപോലെ പൈങ്കിളി സാഹിത്യ ലോകത്തുള്ള ആൾക്കാരെക്കുറിച്ചാണ്. പൈങ്കിളി എന്നൊക്കെ ജനപ്രിയ സാഹിത്യം എന്ന് പറയാം. പക്ഷേ അത് ആ കോട്ടയത്ത് ആ നാഗാമ്പലം പാലം കയറി നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ അന്നത്തെ കാഴ്ച, അന്ന് ഇന്നിപ്പോൾ മാതൃഭൂമിയൊക്കെ ഉണ്ട് അവിടെ, അന്ന് മംഗളമാണ് തുടങ്ങുന്നത്. മംഗളം തുടങ്ങി ആ റോഡിൻ്റെ ഇരുവശത്തും ഈ മായിൽ തുടങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. മഞ്ചാടി, മാമാങ്കം, മയിൽപ്പീലി എന്നൊക്കെ പറഞ്ഞ് വെച്ച് തുടങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുടെ ബോർഡുകൾ കാണാം. അതൊരു നല്ല വിഷ്വലാണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ വിഷ്വൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു വർക്ക് ചെയ്തു. അതാണ് ഈ പൈങ്കിളിയുടെ ആ ലോകത്തിൽ എന്നൊക്കെ പറയുക. അത് മുട്ടത്തുവർക്കി സാർ ജീവിച്ചിട്ടുണ്ട്. മുട്ടത്തുവർക്കി ഉണ്ട്, മാത്യു മറ്റം, പിന്നെ ബാറ്റൻ ബോസ്, പി വി തമ്പി, മന്ത്രവാദ നോവലിൻ്റെ പിന്നെ ഉപജ്ഞാതാവായിട്ടുള്ള പി വി തമ്പി. അന്ന് ആ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർ, മനോരമയുടെ കെ എം മാത്യു, മംഗളത്തിൻ്റെ എം സി വർഗീസ്, ഇങ്ങനെ ഇത്തരം ജനപ്രിയ സാഹിത്യം പ്രസിദ്ധീകരിക്കുന്ന പത്രാധിപന്മാരും പത്ര ഉടമകൾ അല്ലെങ്കിൽ അത്തരം ആൾക്കാരും, അതുപോലെ തന്നെ ഈ ചേരുവ കണ്ടുപിടിച്ച അമ്പാട്ട് സുകുമാരൻ നായർ, ഈ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കൾ. അപ്പം ഇങ്ങനെ അവരുടെ ഇൻ്റർവ്യൂ വെച്ചിട്ടൊരു രസകരമായ പരിപാടിയായിരുന്നു. അപ്പോൾ അന്നിനും ഞാൻ മുട്ടത്തുവർക്കിയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു 3-3.5 അടി പൊക്കമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു വിഷ്വൽ എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ച പുസ്തകങ്ങളെല്ലാം കൂടെ ഒരു അടുക്കി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനേക്കാളും ഏതാണ്ട് പൊക്കം വരും. അങ്ങനെ ഒരു വിഷ്വൽ എനിക്ക് രസകരമായി തോന്നി. അതുപോലെ കോട്ടയം പുഷ്പാനെ എടുത്ത് ഭയങ്കര രസമാണ്. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കർഷകൻ അവിടെ നിന്നിട്ട് പിന്നെ കിളച്ചോണ്ടിരിക്കുകയാണ് ഈ ഇത് വെച്ച്, മൺവെട്ടി വെച്ച്. ലുങ്കിയൊക്കെ കൊടുത്തൊരു സാധാരണ ബനിയനൊക്കെ ഇട്ടൊരാൾ ഞങ്ങളെ കണ്ടോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തിയോ? അപ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടൊന്നുമല്ല ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹം ഞങ്ങളെ ചിരപരിചിതരെ പോലെ അദ്ദേഹം കൈയൊക്കെ വിഷ് ചെയ്ത് നിങ്ങൾ 1 മിനിറ്റ് ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്ത് പോയിട്ടൊരു തിരിച്ചൊരു വരവുണ്ടായിരുന്നു. ഒരു അരമണിക്ക്, ഒരു 10-20 മിനിറ്റിന് ശേഷം അദ്ദേഹം വരുമ്പോഴത്തേക്കും ഒരു കളറ് ഭയങ്കര ചിത്രപ്പണികളുള്ള ഒരു ഷർട്ട്, അതൊരു പാൻറ്റിൽ ബെൽ ബോട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു, അത്ര ഒരു പാൻറ്റിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ആ പാൻറ്റിലാണെങ്കിൽ ഭയങ്കര വീതിയുള്ള ഒരു ബെൽറ്റ്, ഒരു ക്യാപ്പ്, കൂളിംഗ് ഗ്ലാസ്, ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥകളിലെ ഡിറ്റക്റ്റീവിനെ പോലെ അതേ രൂപത്തിലാണ് അദ്ദേഹം വന്ന് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്.